കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരുവാൻ സ്വർഗത്തെ വലിയവനായ ദൈവം നല്ല സാവകാശം ഒരുക്കിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് പകൽക്കാലം അനുഗ്രഹീതയായ ഒരു കർത്തദാസിയാണ് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ ദാസി പൊന്നമ്മ അച്ചൻകുഞ്ഞ്. കർത്താവിൽ പ്രശസ്തിയായിരിക്കുന്ന കർത്തദാസി ഈ പകൽ വേളയെങ്കിൽ നമ്മോടൊത്തായിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടേതായ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ കർത്താവേ, ഇത് ലൈവായിട്ടും മറ്റ് ഇതര ചാനലുകളിലൂടെ കർത്താവെ മീഡിയകളിലൂടെ അനേക ഇടങ്ങളിൽ എത്തുമ്പോൾ, അനേക ഹൃദയങ്ങളിലേക്ക് ഇത് എത്തപ്പെടുമ്പോൾ പിതാവേ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൻ പ്രവൃത്തി അവരുടെയൊക്കെ ഈ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് കർത്താവെ ഒരു ജീവിതത്തിൽ വിടുതലിനും ആശ്വാസത്തിനും കാരണമാക്കിയാട്ട് ഞങ്ങളുടെ ദാസിയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം ആമേൻ ഒരു തടസ്സവും കൂടാതെ തുടക്കം മുതൽ ഒടുക്കം വരെയും ആയിരിക്കാൻ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസിയെ ആമേൻ ഇന്ന് പകൽക്കാലത്തെങ്കിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്ക് പറയാമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ എവിടെയായിരിക്കുന്നു? ഒരു വാക്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഇപ്പോൾ ദൈവകൃപയാൽ ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. നാട്ടില് എൻ്റെ ഹസ്ബൻഡുണ്ട്. എനിക്ക് ദൈവം 4 മക്കളെ തന്നു. അതിൽ 2 പേര് കുടുംബസ്ഥരാണ്. അതിൽ മൂത്ത മോളാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അവിടെ ഡെലിവറിയുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. രണ്ടാമത്തെ മോള് അവളെ വിവാഹം കഴിച്ചു. ബാക്കി 2 കുഞ്ഞുങ്ങൾ പപ്പായുടെ കൂടെ വീട്ടിലുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ മോളാണോ മൂത്തത് ആന്റി? അതെ, അച്ഛാമോളാണ് മൂത്തത്. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ തന്നെ ശുശ്രൂഷയിലാണല്ലോ അല്ലേ? അതെ, ഞങ്ങള് IPCയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. കടുവാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ദിവാംപുരത്താണ് ഞങ്ങളുടെ ആരാധന. സ്തോത്രം. ദിവാൻപുരത്താ. ഓക്കെ. അപ്പൊ നമ്മള് തീർത്തും അടുത്ത അയൽവക്കംകാരാണ്. ആമേൻ. പരിചയമുണ്ടായിരുന്നു എങ്കിലും ആമേൻ മുഖാമുഖം കാണുവാനായിട്ട് ഇപ്പോഴാണ് നമുക്ക് അവസരം ദൈവം ഒരുക്കി തന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിങ്ങുകളാണല്ലോ. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകളെ, നമ്മുടെ വഴികളല്ലോ ദൈവത്തിന്റെ വഴികളെ. പലപ്പോഴും നമ്മൾ അയൽവക്കക്കാരാണെങ്കിൽ പോലും ശുശ്രൂഷകളുടെ തിരക്കുകളാലും പല സാഹചര്യങ്ങളാലും നമുക്ക് നേരിൽ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിലും ആമേൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവ് മീഡിയയിൽ കൂടിയാണെങ്കിലും തരുവാനിടയായി ഞാനതിൽ വളരെ സംതൃപ്തിയും സന്തോഷവതിയുമാണ്. കർത്താവിന്റെ ദാസിക്ക് ഏറെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഒരുപക്ഷെങ്കിൽ പഴയ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളത് ഒരു കടമ്പ തന്നെയാണ്, വലിയൊരു ദൗത്യമാണ്. അപ്പം അതിൽ കൂടിയൊക്കെയും കടന്നുപോയി ഇന്ന് ഈ സാഹചര്യം വരെയും എത്തപ്പെടുവാൻ കർത്താവ് കൃപാലുവായി ദയാലുവായി കൂടെ ഇരുന്നു. കർത്താവിന്റെ ദാസിക്ക് വളരെ അനുഭവ സമ്പത്തുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ആമേൻ പങ്കിടുവാൻ വളരെ സമയങ്ങളുണ്ട്. അപ്പോൾ കർത്താവിന്റെ ദാസിയുടെ ബാല്യകാലത്തിലെ സ്മരണകളെ, ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ, ഈ ശുശ്രൂഷയിലേക്ക് വരുവാനുണ്ടായ കാരണങ്ങൾ ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ സമയമുണ്ട്. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ സ്നേഹത്തോടെ ആമേൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി തന്റെ സാക്ഷ്യങ്ങൾ തുടർന്നാലും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസിയോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവന്ദനവും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവദിനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഇന്ന് പകലില് നിങ്ങളോട് ഒരുമിച്ച് സാക്ഷ്യമായി ദൈവവചനവുമായി ദൈവസാക്ഷിയായി കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ സ്വന്തം വീട് കോട്ടയം മണറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
മണരാട് പള്ളി അംഗമായിരുന്നു. മണരാട് പള്ളിയുടെ അടുക്കലാണ് എൻ്റെ വീട്. ദൈവത്തിന് സ്തോത്രം. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങളെ 7 മക്കളാണ്. അതിൽ 5ാമത്തെ മകളായി ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ മണരാട് പള്ളിയിലെ സൺഡേ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് അധ്യാപകൻ പഠിപ്പിച്ചു. അന്ന് മുതൽ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. ഇപ്പൊ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകൾ അധ്യാപകൻ പഠിപ്പിച്ചു. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ എന്നുള്ള ആ വാക്ക് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ വിശ്വാസം, ദൈവം സ്വർഗത്തിൽ നിന്ന് നൂലെ കെട്ടി അപ്പം എൻ്റെ കൈകളിൽ ഇറക്കി തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ കൈകൾ രണ്ടും മലർത്തി പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പമായിട്ടൊന്നും ദൈവം കൈ തന്നില്ലെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് ആ പിഞ്ചു ഹൃദയത്തിൽ തരുവാനിടയായി. അങ്ങനെ ഞാൻ വളർന്നതുപോലെ എന്നിലുള്ള വിശ്വാസവും വളർന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സമുദായത്തിലാണെങ്കിലും വളരെ ഭയഭക്തിയോടുകൂടിയാണ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെല്ലാവരെയും വളർത്തിയത്. സന്ധ്യ ആവുമ്പോഴേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടി ബൈബിൾ വായിക്കണം, ഇല്ലെങ്കിൽ അത്താഴം തരത്തില്ല. അങ്ങനെ സ്റ്റിക്റ്റിൽ വളർത്തിയത് കൊണ്ട് അത്താഴം കിട്ടാൻ വേണ്ടി വേഗം പോയി ഏറ്റവും ചെറിയ സങ്കീർത്തനം നോക്കി വായിക്കുന്ന പതിവായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എന്നാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ 12ാമത്തെ വയസ്സിലാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ 12ാമത്തെ വയസ്സിൽ ഭാഗ്യം ലഭിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, അന്ന് മുതൽ ഞാൻ ബൈബിൾ ശരിക്കും വായിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കാരണം എനിക്ക് ബൈബിൾ വായിക്കുവാൻ ഒരു ആർത്തി, ഒരു വിശപ്പ്, ഒരു ദാഹം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിന് നമ്മൾ വായിക്കുന്നത് പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പം രക്ഷയ്ക്കായി വളരണമെങ്കിൽ ശരിയായി രക്ഷിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ജീവൻ വെളിപ്പെടുമ്പോഴാണ്, നമ്മൾ ആത്മാവിൽ ജനിക്കുമ്പോഴാണ്, ജനിക്കുന്ന കുഞ്ഞ് മാത്രമേ കരയത്തുള്ളൂ, ജനിക്കുന്ന കുഞ്ഞിന് മാത്രമേ വിശപ്പുള്ളൂ. അതുകൊണ്ട് ആത്മരക്ഷ ശരിയാണെങ്കിൽ വചനം വായിക്കുവാൻ നമുക്ക് ആർത്തിയും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. വലിയ വലിയ അധ്യായങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ഓരോ അധ്യായം വായിക്കുമ്പോൾ അടുത്തത് വായിക്കണമെന്ന് തോന്നും. അങ്ങനെ ദൈവവചന വായനയിലും ധ്യാനത്തിലും ഞാൻ സമയങ്ങൾ ചിലവഴിച്ചു. അങ്ങനെ ദൈവവചനം വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ ദൈവം എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ടെങ്കിലും ഒത്തിരി സാക്ഷികൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പറയുന്നില്ലെന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് കൃഷി കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അവിടെ കപ്പയും തേങ്ങയൊക്കെ ഉണ്ട്. അപ്പം ഈ കപ്പ പറിക്കാനായിട്ട് പോകുമ്പോഴും തേങ്ങ ഇടുമ്പോഴും ഒക്കെ അമ്മ പറയും അടുത്തുള്ളവർ കൂടെ കൊടുക്കണം. അടുത്ത് 3 സെന്റ് താമസിക്കുന്ന 3 കുടുംബമുണ്ട്, അവർക്കൂടെ കൊടുക്കണമെന്ന് പറയും. അപ്പം ഞങ്ങൾ അങ്ങനെ കൊടുക്കും. അപ്പൊ അതൊരു കപ്പിയാരുടെ വീടായിരുന്നു. അപ്പം ഒരു ദിവസം എന്നോട് ഞാനും അമ്മയും കൂടെ കപ്പ പറിക്കാൻ പോയപ്പോൾ ഈ വീട്ടിൽ കപ്പ പറിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതാ. പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. ഞങ്ങള് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരുക്കത്തോടെ അല്ല പോയതെങ്കിലും ബൈ ചാൻസിൽ അവിടെ പോയതാ. ദൈവത്തിന്റെ കൃപയാണ്. അന്നാണ് എനിക്ക് ശരിയാവണ്ണം പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഐക്യ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണേന്ന് അന്ന് സമുദായത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത്, അഥവാ 5 വയസ്സിൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേ എന്നാണ് ആ പ്രാർത്ഥനയെ ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി കണ്ണടച്ച് കൈകൾ മലർത്തി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ അടുക്കലേക്ക് യേശു കടന്നു വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഇരുന്ന മുറിയിൽ വലിയൊരു വെളിച്ചം വന്നു. ദൈവത്തിന് സ്തോത്രം. ട്യൂബ്ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ അതിനകത്തുള്ള വെണ്മ, ആ പ്രകാശമാണ് ആ മുറിക്കുള്ളിൽ വെളിപ്പെട്ടത്. അങ്ങനെ ആ പ്രകാശത്തിൽ യേശുവിന്റെ അടുക്കിലേക്ക് താന്ന് ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ കാൽപാദം എൻ്റെ കണ്ണിന്റെ നേരെ വരികയും ദൈവശക്തി എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആ പ്രാർത്ഥന വളരെ ഉച്ചത്തിലായിരുന്നു. സ്തോത്രം. എൻ്റെതായ സൗണ്ട് അല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മുഴക്ക സ്വരത്തോടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുവരെ എനിക്ക് കൊച്ചൊച്ചയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവശക്തി വന്നപ്പോൾ എൻ്റെ സൗണ്ട് മാറി. ഞാൻ വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിക്കകത്ത് വന്നവരുടെ ഓരോ വിഷയങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുവാനിടയായി. അതെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എൻ്റെ ഒച്ച ഉള്ള പ്രാർത്ഥന കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് പേടിയായിപ്പോയി. കാരണം മറ്റുള്ളവർ കേൾക്കുമല്ലോ എന്നോർത്ത് അമ്മ എന്നെ ഞുള്ളിയിട്ട് പറഞ്ഞു, എടി പയ്യെ പറയടി എന്ന് പറഞ്ഞു. അമ്മ പറയുന്നതും എനിക്ക് കേൾക്കാം, ഞുള്ളുന്നതും എനിക്കറിയാം.
വേദനയുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് പ്രാർത്ഥന നിർത്താൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ സ്വയത്തിൽ നല്ല പ്രാർത്ഥിച്ചത്, എൻ്റെ ബുദ്ധി കൊണ്ടല്ല പ്രാർത്ഥിച്ചത്, ദൈവകൃപ കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിക്കട ഫാനേന് ഞാൻ പറഞ്ഞ ഫാൻ നിൽക്കത്തില്ലല്ലോ. ഇതുപോലെ എൻ്റേതല്ലാത്ത ശക്തി, ദൈവശക്തി എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവസാനമായി മദ്യപാനികൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. അവസാനം തന്നെ പ്രാർത്ഥന നിൽക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വന്നവർക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ മനസ്സിലായി എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, കൃപ ദൈവം തന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന വരം ദൈവം എനിക്ക് തന്നെന്ന് എൻ്റെ മാതാവിന് മനസ്സിലാക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അമ്മ മരിക്കുന്നിടം വരെ ആ കാര്യം പറയുമായിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും പറയും, അന്ന് അവൾക്ക് കിട്ടിയതാണ് പരിശുദ്ധാത്മാവിനെ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ വരം. അന്ന് മുതൽ പ്രാർത്ഥിച്ച കൃപയാ രോഗികൾ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എന്നെ ഇങ്ങനെ പലരും പ്രാർത്ഥനയ്ക്കായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം പിന്നെ ഒരു ആക്സിഡന്റിനോടുള്ള ബന്ധത്തിൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ കടന്നു പോകാനിടയായി. കാരണം മെഡിക്കൽ കോളേജിൽ ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു സഹോദരിയുടെ മാതാവ് എന്നെ ഈ കൂട്ടായ്മ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ അമ്മച്ചി എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ പിന്നെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ 24 മണിക്കൂർ ഡോക്ടർ അവധിയിട്ട സ്ഥാനത്ത് വെറും 4-5 മണിക്കൂറായപ്പോഴാണ് എന്നെ ആ അമ്മച്ചി കൊണ്ടുപോയത്. എന്നാൽ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ ആ സഹോദരി വിടുതൽ പ്രാപിപ്പാനിടയായി, സൗഖ്യം പ്രാപിപ്പാനിടയായി. ബോധമില്ലാതെ കടന്ന സഹോദരി പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ എഴുന്നേൽക്കുവാനിടയായി. ആ ഒരു സംഭവമാണ് എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ചത്. ദൈവത്തെ സ്നേഹിക്കുവാനുണ്ടായ ഒന്നാമത്തെ മുഖാന്തരം അതാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് എനിക്ക് ചെയ്തു തന്നതുകൊണ്ട് അങ്ങ് എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമായിട്ട് എനിക്ക് അഭേദ്യമായൊരു ബന്ധം വന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് സ്നേഹം വന്നപ്പോഴത്തേനും ദൈവം എന്നോട് എന്ത് പറഞ്ഞാലും കൃപയാൽ അന്നും ഇന്നും എന്ത് പറഞ്ഞാലും അപ്പോഴേ അനുസരിക്കും. സ്തോത്രം. പിന്നത്തേക്ക് മാറ്റി വെക്കത്തില്ല. എന്ത് കാര്യം ദൈവം പറഞ്ഞാലും തൽക്ഷണം അത് ഞാൻ അനുസരിച്ചിരിക്കും. കാരണം എനിക്ക് ദൈവത്തെ സ്നേഹമാണ്. സ്നേഹത്തിൽ കൂടെ ഒരു ഭയമുണ്ട്. സ്തോത്രം. സ്നേഹത്തിലുള്ള ഭയം, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ദൈവത്തോടുള്ള ഭയം. ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ ദൈവത്തെ വിഷമിപ്പിക്കരുത്, അഥവാ എൻ്റെ ദൈവം പറഞ്ഞത് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിന് എത്ര വില കൊടുത്തതാണെങ്കിൽ, എത്ര വില കൊടുത്തു, കർത്താവിനെ സ്നേഹിക്കുവാൻ കൃപയാൽ ആ ചെറിയ പ്രായത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ കൃപയാണ് ഇന്നും എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു മാറ്റവും വന്നിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ എനിക്ക് കിട്ടുന്ന അവസരം എല്ലാം പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്തോത്രം, ഞാൻ ഈ അറിഞ്ഞ സത്യം എല്ലാവരോടും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ എല്ലാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയും അനുഗ്രഹവും വിടുതലും നന്മയൊക്കെ തന്നപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ആൾക്കാരോടെല്ലാം, ഞാൻ ആരെ കണ്ടാലും അവരോടെല്ലാം ഈ കർത്താവിനെ കുറിച്ച് പറയണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. തന്നെയുമല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച സമയത്ത് ഒരു തീരുമാനം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിലെടുത്തു. വേറൊന്നുമല്ല, 33 തിരുവയസ്സിലെ രക്തം മുഴുവൻ ഊറ്റി തന്ന് ജീവൻ തന്ന് എൻ്റെ യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്കിനി ഒരു യൗവനം വരുമ്പോൾ ആ യൗവനം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുമെന്നൊരു സമർപ്പണം, ഒരു തീരുമാനം എടുക്കുവാൻ അന്ന് എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അത് സുവിശേഷ വേലയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവം എനിക്ക് തന്ന കൃപയ്ക്ക് അനുസരിച്ച് ആ തീരുമാനം എടുത്തു. ദൈവം അത് മാന്യമായി, ദൈവം അത് നന്നായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം എന്നെ കർത്താവിന്റെ സമയത്ത് എന്നെ കർത്താവിന്റെ വായിൽ പ്രദേശത്ത് അധ്വാനിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തു. കൃപയാൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പള്ളി കുർബാന കാണാൻ പോകും. മൺറാട്ടുപള്ളി തൊട്ടടുത്താണല്ലോ, എപ്പോഴും പള്ളി എല്ലാ ദിവസവും കുർബാന കാണാൻ പോകും. ബുധനും വെള്ളി ഞാൻ കുർബാന അനുഭവിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തോടെ വസിക്കാൻ, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനുവേണ്ടി ഞാൻ കുർബാന അനുഭവിക്കും. അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഈ ബുധനും വെള്ളി, എല്ലാ ബുധനും വെള്ളി ഉപവാസമായി കുർബാനയും കൊള്ളും, ഉപവസിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ സന്ധ്യക്ക് 7 മണി വരെയും ഉപവാസമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പൊ രാവിലെ പള്ളിയിൽ പോയി കുർബാന കൊണ്ടുവച്ച് സ്കൂളിൽ പോകും. ഉച്ചയ്ക്ക് വന്നൊരു കട്ടൻ കുടിക്കും. പിന്നെ സ്കൂളിൽ പോകും. 4 മണിക്ക് വന്നൊരു കട്ടൻ കുടിക്കും. പള്ളിയിലെ ഉപവാസം ആയതുകൊണ്ട് പാലൊന്നും ഒഴിച്ച് കുടിക്കാൻ പറ്റത്തില്ല. 4 മണിക്ക് വന്നൊരു കട്ടൻ കുടിക്കും. പിന്നെയും ഞാൻ കുളിച്ചേച്ച് പള്ളിയിൽ പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പള്ളിയിൽ പോയി സന്ധ്യ നമസ്കാരവും കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടി ബൈബിൾ വായിക്കും.
എന്നിട്ടേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ബുധനും വെള്ളി തുടർമാനം ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവവചനം പറയുന്നു, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അത് ആക്കും. നമ്മൾ ആകുന്നതല്ല, ദൈവം നമ്മെ ആക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സ്വർഗത്തിൽ പോകണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ അവരെ ദൈവം ആ വഴി തന്നെ കൊണ്ടുവരും. അത് യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം കണ്ടിട്ടുള്ളവർ ബൈബിൾ പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശു ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഈ ഭാഗ്യം എനിക്ക് ലഭിക്കാനിടയായെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ചെറിയ പ്രായത്തിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ അറിഞ്ഞ സത്യം എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കണിയാങ്കുന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്, മണറാട്. അപ്പം ആ കണിയാങ്കുന്ന സ്കൂളിൽ ഞാനൊരു പ്രെയർ ഗ്രൂപ്പ് ആരംഭിക്കാനിടയായി. എല്ലാ ബുധനാഴ്ചയും ഉച്ച സമയത്ത്. കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന സമയം ഞാൻ ഫാസ്റ്റിങ്ങോടെ ഇരുന്ന് സ്കൂളിലെ കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി കാലും മുഖവും കഴുകി അതിനകത്ത് നിന്ന് വെള്ളം കുടിച്ചേച്ച് ഞാൻ പോയി പ്രാർത്ഥിക്കും. ആ ഗ്രൗണ്ടിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ഈ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് ദൈവിക ബലം തന്ന് ദൈവം എന്നെ നടത്തി. എന്നാൽ ആ സമയത്ത് ഭക്ഷണം കഴിച്ചു വരുന്ന കുഞ്ഞുങ്ങളുമായിട്ട് അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അനേക കുഞ്ഞുങ്ങൾ ആ പ്രാർത്ഥനയെ സംബന്ധിപ്പാനിടയായി. അങ്ങനെ ചുരുക്കി പറഞ്ഞ 10ാം ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് സ്റ്റഡി ലീവിന്റെ തലയാഴ്ചയിൽ ഒരു അനുഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ, കാരണം സ്കൂള് തീരാൻ പോവാണല്ലോ, 10ാം ക്ലാസ്സിലെ പഠിത്തം തീരാൻ പോവാ. അപ്പം പരീക്ഷാ സമയം ആയതുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമായതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും തന്നെ കുറേയേറെ കുഞ്ഞുങ്ങൾ അന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനിടയായി. ആ ബുധനാഴ്ച പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്കൂളിന്റെ മൈതാനത്ത് ഇങ്ങനെ വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പുറകിൽ വന്ന് സാറ്റ് കളിക്കാനായിട്ടിരുന്നു. അപ്പം അത് ഹിന്ദുക്കളായ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരുന്നതിനകത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ട്. അപ്പം ഈ പുറകിൽ സാറ്റ് കളിക്കാൻ വന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇതിനകത്ത് ഹിന്ദു കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവരെന്ത് ചെയ്തു, അവര് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറുണ്ട്, അംബിക ടീച്ചർ എന്ന് പറയും, നായർ ടീച്ചറാ. ഭയങ്കര ഒരു പുരുഷന്മാരുടെ ലുക്ക, കാരണം ഭയങ്കര ദേഷ്യവും ഭയങ്കര ഗൗരവമുള്ള ഒരു ടീച്ചറാണ്. അപ്പം ഭയങ്കര സൗണ്ടും ഒക്കെ. അപ്പൊ ആ ടീച്ചറിനോട് ചെന്ന് ഈ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു, പൊന്നമ്മ പിള്ളേരെയൊക്കെ മതം മാറ്റുവാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴത്തേന് ടീച്ചറിന് ദേഷ്യം വന്ന് ടീച്ചർ പറഞ്ഞു, പൊന്നമ്മയോട് വേഗം സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ആ കൊച്ചുങ്ങൾ തന്നെ വന്ന് എന്നോട് വന്ന് പറഞ്ഞു, ടീച്ചർ വിളിക്കുന്നു, സ്റ്റാഫ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്തിനാന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, താൻ സ്കൂളിൽ പഠിക്കാനാണോ വന്നത്, മതം മാറ്റാനാണോ വന്നതെന്ന് ചോദിച്ചു, ക്രിസ്തുമാർഗം അറിയിക്കാനാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, പഠിക്കാൻ വന്നവര് പഠിച്ചേച്ച് പോയാൽ മതി, ഇവിടെ ക്രിസ്തു മതം ഒന്നും ഇവിടെ പ്രചരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇല്ലെന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്നത്. മുഖത്ത് ഉള്ളി വേദന ഉണ്ടെങ്കിലും പുറത്ത് ഞാൻ അത് കാണിക്കാതെ ഉള്ളി വേദന ഒതുക്കിക്കൊണ്ട് പുറത്ത് സന്തോഷത്തോടെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നതെല്ലാം കേട്ടു. അപ്പൊ എൻ്റെ ബന്ധത്തിലുള്ള ഒരു ടീച്ചറോ എന്നെ മാത്സ് പഠിപ്പിക്കുന്നുണ്ട്, ലിസിക്കുട്ടി എന്ന് പറഞ്ഞ്. ആ ടീച്ചർ ഇത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ടീച്ചർ എന്നോട് എപ്പോഴും പറയും, നീ ഇങ്ങനെ കൈകൊട്ടി പാടിക്കൊണ്ട് നടക്കാതെ വല്ല 4 അക്ഷരം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കടക്കാൻ നോക്കണമെന്നൊക്കെ പറയും. അപ്പം അത് സ്വന്തത്തിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് ഞാൻ അതിന് വലിയ വില കൊടുത്തില്ലെന്നുള്ള രീതി പുള്ളിക്കാരി പറഞ്ഞാണ്ട്, ഞാൻ നിന്നോട് എത്രയോ വട്ടം ഈ കാര്യം പറഞ്ഞതാണ്, നിനക്ക് സ്കൂളിൽ വന്നാലും പ്രാർത്ഥന, വീട്ടിൽ ചെന്നാലും പ്രാർത്ഥന, നിനക്ക് എപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പക്ഷെ ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് എൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ആ സ്റ്റാഫ് റൂം അങ്ങോട്ട് വിട്ടിറങ്ങുകയും എൻ്റെ കണ്ണിക്കൂടെ പൊടുപൊടാന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. കാരണം എൻ്റെ ഉള്ളിൽ അതുവരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന വേദന അത് കണ്ണുനീരായിട്ട് പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഈ പ്രായത്തിൽ അനേകര് ഇവിടെ സിനിമാ കഥകളും അങ്ങനെ ലോകകാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആ കുഞ്ഞുങ്ങളോട് ഞാൻ ദൈവവചനം പറയാനായിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് എൻ്റെ ആ വാതിൽ അടയുവാണല്ലോ, എനിക്ക് ഇനി അവസരം എനിക്ക് ഇവിടെ ഇനി അവസരം ഇല്ലല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളോട് ഇനി പറയാൻ എനിക്ക് പറ്റത്തില്ലല്ലോ കർത്താവേ, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ എന്നെല്ലാം ഓർത്ത് ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞ് എൻ്റെ വിഷമം എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഇങ്ങനെ വേദനയോടെ കരഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് റൂമിലേക്ക് തന്നെ ഞാൻ പോയി. ഞാൻ ആ ഡെസ്കെ കമന്ന് കടന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന്റെ വലിയ കരുണയാൽ വലിയ കൃപയാൽ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകുന്ന വർഷം ഞങ്ങളുടെ സ്കൂള് കത്തോലിക്കരെടുക്കുവാനിടയായി.
സ്തോത്രം. അങ്ങനെ കത്തോലിക്കര് ആ സ്കൂൾ എടുത്തത് കൊണ്ട് അവിടെ ഒരു നിയമം വെച്ചു. എല്ലാ ദിവസങ്ങളിലും 9 മുതൽ 9:30 വരെ വേദപഠന ക്ലാസ് അവിടെ വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വേദപഠന ക്ലാസ്സിൽ അധ്യാപകരും കുട്ടികളും അറ്റൻഡ് ചെയ്യണമെന്ന് അവിടെ നിർബന്ധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വലിയവനാ. ഒരു കൊച്ചു കുട്ടി എന്നുള്ള നിലയിൽ, അല്ലെ ആ സ്കൂളിലെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് പരിധിയുണ്ട്. കുറച്ചു പേരെ എനിക്ക് ആ വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റിയുള്ളൂ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സ്കൂൾ അങ്ങനെ ഒരു നിയമം എടുത്തപ്പോൾ അധ്യാപകർ എന്നെ വഴക്ക് പറഞ്ഞ അംബിക ടീച്ചർ ഉൾപ്പെടെ എല്ലാ ടീച്ചേഴ്സും എല്ലാ കുട്ടികളും ആ വേദപഠന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യത്തക്കോണം ദൈവം വഴി തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്നും ആ സ്കൂൾ കത്തോലിക്കരുടെ കയ്യിലാണ്. ദൈവത്തിന് മഹത്വം. കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർത്ത് ഈ ബുധനാഴ്ച സ്കൂളിൽ വെച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോകണ്ട, വടറാട്ട് പള്ളിയിൽ തന്നെ ഒരു കൂട്ടായ്മ കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ചെറിയൊരു കൂട്ടായ്മ അവിടെ ആരംഭിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം എല്ലാ ദിവസവും ഞാൻ പള്ളി കുർബാന കാണാൻ പോകുമ്പോൾ സ്ഥിരമായി വരുന്ന അമ്മച്ചിമാരുണ്ട്. അത് വെള്ളിയാഴ്ച കൂടുതൽ അമ്മച്ചിമാർ വരും പ്രാർത്ഥന കുർബാന കാണാൻ. അപ്പൊ ആ അമ്മച്ചിമാരോട് ഞാൻ പറഞ്ഞു, നമുക്ക് വചനം പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഉള്ള അമ്മച്ചിമാർ വരുവാണെങ്കിൽ നമുക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടി ഇന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 2 or 3 പേർ കൂടിയാൽ അവരുടെ മധ്യ കർത്താവ് ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്മാരൊന്നും ഇല്ലല്ലോ പ്രസംഗിക്കാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛന്മാരൊന്നും വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് അച്ഛന്മാരൊന്നും വേണ്ടല്ലോ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് വചനം ചിന്തിക്കും. ഇപ്പൊ നമുക്ക് അച്ഛന്മാരെയൊക്കെ എല്ലാവരും കിട്ടുമോ? അതുകൊണ്ട് നമുക്ക് അങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കൂട്ടായ്മ കൃപയാലോടെ ആരംഭിക്കാനിടയായി. അന്ന് ഞങ്ങൾ 3-4 പേര് കൂടിയാ തുടങ്ങിയതെങ്കിലും ആ കൂട്ടായ്മയെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇഷ്ടംപോലെ ആൾക്കാരെ ഇപ്പം ദൈവം കൊടുത്തു. ഇപ്പോഴും ആ വെള്ളിയാഴ്ച പ്രാർത്ഥന മണറാട്ടുപള്ളിയിലുണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാനക്കല്ല ആരും കണ്ടിട്ടില്ല. അടിസ്ഥാനം ഇട്ടതാരാന്ന് ആർക്കും അറിയത്തുമില്ല. എന്നാൽ കൃപയാൽ പാവപ്പെട്ട എന്നെക്കൂടെ ദൈവം അത് ചെയ്യുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കണം. വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനമാണ് നമ്മെ വിടിവിക്കുന്നത്. ദൈവവചനം പറയുന്നത് ആദി വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ കൂടെ ദൈവം അടിയനോട് ഇടപെടുന്ന കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവകൃപയാല് മുൻപോട്ട് വന്നു. അതിനുശേഷമായിട്ട് ദൈവത്തിന് സ്തോത്രം, ഞാൻ എല്ലാ ബുധനും വെള്ളിയും ഈ സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടി ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വചനത്തിൽ കൂടെ ഇടപെടുവാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം റോമാലേഖനം 6-ാം അധ്യായം ദൈവം എന്നോട് സംസാരിപ്പാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പള്ളി വിട്ടുപോയുള്ള രക്ഷയോട് താല്പര്യമില്ല. അവനവന്റെ സഭയിൽ ഉറച്ചു നിന്നുള്ള രക്ഷ മതി. അവനവന്റെ സഭ ഉറച്ചു നിന്ന് എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. ഈ ചിന്താഗതി ആയിരുന്നു എനിക്ക് അതുവരെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം എന്നോട് റോമാലേഖനം 6-ാം അധ്യായം സംസാരിക്കുന്നത്. അത് ബുധനും വെള്ളിയും മാത്രമേ സംസാരിക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കണ്ണടിച്ച് ബൈബിൾ തുറക്കുമ്പോൾ വേറെ ഭാഗങ്ങളാണ് കിട്ടുന്നത്. എന്നാൽ ബുധനും വെള്ളിയും കണ്ണടിച്ച് ബൈബിൾ തുറക്കുമ്പോൾ റോമാലേഖനം കിട്ടും. അതിനകത്ത് നാം ഇങ്ങനെ വായിക്കുന്ന, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും വരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് സ്നാനം ആവശ്യമാണെന്നും യേശുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പിനോട് നാം സാദൃശ്യപ്പെടേണ്ടതിന്, അവന്റെ മരണത്തോട് നാം അനുരൂപപ്പെടേണ്ടതിന് സ്നാനം ആവശ്യമാണെന്നും ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെ ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവവചനത്തെ അനുസരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, സ്നാനം സത്യമാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവ് എനിക്ക് അതിനുള്ള മുഖാന്തരം ഒരുക്കി തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ സ്നാനത്തെക്കുറിച്ച് ഇനി എനിക്ക് ബോധ്യപ്പെട്ടെങ്കിലും എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ആൾക്കാർക്കോ ഒന്നും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ഓർത്തു, അന്ന് ഞാൻ ഏറ്റവും, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ പലരുണ്ടെങ്കിലും മണറാട്ടുപള്ളിയിൽ ഒത്തിരി അച്ഛന്മാരുണ്ട്. എന്നാൽ എല്ലാ അച്ഛന്മാരെക്കാളും ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു അച്ഛനാണ് കറുകയിലെ അച്ഛൻ. അദ്ദേഹത്തോട് താല്പര്യം വരാൻ കാരണം തന്നെ, ഞങ്ങൾ ഒന്നും അറിയാതെ അന്ധകാരത്തിൽ കടന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു അച്ഛനാണ്. അന്ന് അദ്ദേഹം ശമ്മാശനായിട്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾക്ക് പള്ളിയിലെ കൂട്ടായ്മയുണ്ട്. ഏബ്രഹാം സാറും കറുകേല അച്ഛനൂടെ നടത്തുന്ന കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോകുമായിരുന്നു. ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും പോകുമായിരുന്നു. അപ്പം ആ കൂട്ടായ്മ ബന്ധത്തിൽ നിൽക്കുന്നുണ്ട്. ദൈവവചനമൊക്കെ അച്ഛൻ പ്രസംഗിക്കും, ഏബ്രഹാം സാറും പ്രസംഗിക്കും. ഈ പ്രസംഗമൊക്കെ കേട്ട് ഈ ആഴ്ചയിൽ തന്നെ 2-3 കൂട്ടായ്മയുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂട്ടായ്മ ബന്ധത്തിലാണ് നിന്നത്. അതുകൊണ്ട് എന്ത് സംശയമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും അച്ഛനുമായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഈ കിട്ടിയ സത്യം ഞാൻ അച്ഛനുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, അച്ഛനാവുമ്പോൾ അതിൻ്റെ ഉള്ള കാര്യം അറിയാമല്ലോ, വചനം അറിയാമല്ലോ, എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ വചനം. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇത് ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഇടയനാണല്ലോ. ആടിൻ്റെ കാര്യത്തെക്കുറിച്ച് ആടൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഇടയൻ്റെയും കൂടെ അനുവാദം വേണമല്ലോ. എന്നൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിപ്പാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ സ്നാനം ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഉടനെ അച്ഛൻ പറഞ്ഞു, സ്നാനം ശരിയാ. എന്നിട്ട് ഉടനെ അച്ഛൻ പറയാ, പക്ഷെ നീ സ്നാനപ്പെടണ്ട, കാരണം നിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ മുക്കിയതാന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ സ്നാനം ശരിയാണെന്ന് പറഞ്ഞ ആ ഒറ്റ വാക്ക് മതി എനിക്ക്. ഞാൻ പറഞ്ഞായിരുന്നു അച്ഛനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുൻപേ, അച്ഛാ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോയി, യെസ് ഓർ നോ അതേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ യെസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് വിശ്വാസമായി. തന്നെയല്ല, ബൈബിളാണല്ലോ ഏറ്റവും വലിയ വിശ്വസിക്കാവുന്ന കാര്യം. അതിന് പിന്നെ ഇടയന്റെ അനുവാദം എന്നുള്ള നിലയിൽ അച്ഛനോട് ചോദിച്ച് ഈ യെസ് എന്നുള്ള മറുപടി കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഇരിക്കെ പിന്നെ പേരൻസിന്റെ അനുവാദം വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ മടറാട്ട് പള്ളിയിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷൻ വെച്ചപ്പം വേറെ പള്ളിയിലെ അച്ഛന്മാരെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു അച്ഛൻ വന്ന് പ്രസംഗിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ മർക്കോസ് 16:16 അദ്ദേഹം എടുത്ത വാക്യം. അദ്ദേഹം ഇങ്ങനെ പറയും, വിശ്വസിക്കുക സ്നാനം കഴിഞ്ഞ് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലാകപ്പെടും. ആ വചനം എടുത്ത് പ്രസംഗിച്ചിട്ട് അദ്ദേഹം ആ വചനം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമായി. കർത്താവ് ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയല്ലോ. എൻ്റെ മാതാപിതാക്കളിലുള്ള കൺവെൻഷനിൽ ഇതിനെക്കുറിച്ചൊന്ന് കേൾക്കുമ്പോൾ അവർക്കും ഇത് മനസ്സിലാവുമല്ലോ. ഈ വചനത്തിന്റെ സത്യം പൊരുൾ തിരിച്ചു കൊടുത്താലല്ലേ ജനത്തിന് കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവമേ എൻ്റെ മാതാപിതാക്കൾക്കും അത് മനസ്സിലാവുമല്ലോ എന്നോർത്ത് ഞാൻ വളരെ സന്തോഷത്തോടെ പോയെങ്കിലും ആ അച്ഛൻ വാക്യം ഇങ്ങനെ വായിച്ചെങ്കിലും അദ്ദേഹം സ്നാനത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ല. വിശ്വാസത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ആ പ്രസംഗം നിർത്തി. അപ്പൊ എനിക്ക് സങ്കടമായി. ഞാൻ ഉടനെ യോഗം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അച്ഛനിച്ചു, എന്നെ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത. ഞാൻ പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ ഫാദർ പറഞ്ഞു, നല്ല പ്രസംഗമായിരുന്നു, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, അതിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, എനിക്ക് പ്രസംഗം ഇഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ അദ്ദേഹം വായിച്ച വാക്യം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടുമെന്ന്. അപ്പൊ വിശ്വസിച്ച് സ്നാനപ്പെടണം, സ്നാനപ്പെട്ടാലേ ആ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് അതില്ലാതെ പറഞ്ഞതുകൊണ്ട്, സ്നാനത്തെക്കുറിച്ച് പറയാഞ്ഞതുകൊണ്ട് ആർക്കും അത് മനസ്സിലായില്ലല്ലോ സ്നാനത്തെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് വിഷമാന്ന് പറഞ്ഞു. എന്നോട് എൻ്റെ ഫാദർ സ്നാനം എന്നാന്ന് പോലും എൻ്റെ അച്ഛൻ അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ മാമോദിസ എന്നുള്ള വാക്കേ കേട്ടിട്ടുള്ളൂ. സ്നാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തോ അത്ര മനസ്സിലാക്കിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഉടനെ ഇത് പറഞ്ഞപ്പോഴേ എൻ്റെ ഫാദറിൽ കൂടെ ദൈവം പറയിപ്പിച്ചു. എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഫാദറിൽ കൂടെ ദൈവം പറയിപ്പിച്ചു. ഫാദർ പറയാ, സ്നാനം സത്യമാണെങ്കിൽ, സ്നാനം ശരിയാണ്, നീ പോയി സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങളെ ആരും കിട്ടത്തില്ല, ഞങ്ങൾ ആരും വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരാരും വന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് സ്നാനപ്പെടാലോ, എനിക്ക് സ്വർഗത്തിൽ പോകാലോ, ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കൃപയാൽ അങ്ങനെ സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു, ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് തന്നെ പറയാൻ പോയ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ടാണ് ഹല്ലേലൂയ. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും വളരെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും കർത്താവുടെയൊക്കെ എന്നെ നിലനിർത്തി. എന്നാലും കല്ലുമേല കുഞ്ഞൻ സാറാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. വേറൊന്നുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, സ്തോത്രം. കാരണം നല്ലൊരു അടിസ്ഥാന ഉപദേശം എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനിടയായി. ദൈവത്തിന്റെ സ്തോത്ര. കൃപയാൽ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയിലും ദൈവഭയത്തിലും ഭക്തിയിലും ജീവിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷമായി. ഒക്ടോബർ മാസം 24 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രവചനവരത്തോടുകൂടി ദൈവം എന്നെ അഭിഷേകം ചെയ്തു. കർത്താവിന്റെ കൃപാവരങ്ങളാ ദൈവം എന്നെ നിറച്ച് കർത്താവിന്റെ വേലയ്ക്കായി, കർത്താവിന്റെ നാമമഹത്വനായി കർത്താവിനെ ഉപയോഗിക്കാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ കർത്താവിന്റെ ദാസൻ
സ്നാനപ്പെടുത്തി. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. അപ്പോൾ തന്നെ എനിക്ക് ജീവിതത്തിൽ വന്ന എല്ലാ കഷ്ടതയും വേദനയും പ്രതികൂലങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുവാനുള്ള ആത്മധൈര്യവും കൃപയും കർത്താവ് എനിക്ക് തരുവാനിടയായി. അദ്ദേഹത്തിൻ്റെതായ വചനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ ബലപ്പെടുത്തിയിട്ടുണ്ട്, ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. പൗലൂസിന്റെ ലേഖനങ്ങളാണ് എന്നെ എപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നുള്ള വചനപ്രകാരം തന്നെ അനേക കഷ്ടതകൾ വേദന ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പള്ളിയിലെ കോളേജിലെ മണറാട് സെന്റ് മേരീസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. സെന്റ് മേരീസ് കോളേജിന്റെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ കോളേജ് തുടങ്ങിയപ്പോഴത്തെ ദൈവത്തിന് സ്തോത്രം കടിഞ്ഞൂൽ കുട്ടികളിൽ പെട്ടതാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ അനുഭവത്തിലായിട്ട് പള്ളിയുടെ കോളേജ് ആയതുകൊണ്ടും ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് വീട്ടിൽ നിന്ന് ഫീസ് തരത്തില്ല, ഭക്ഷണം തരത്തില്ല, ഭയങ്കര പ്രതികൂലങ്ങള്, പോരാട്ടങ്ങള്, വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ളത് കറുകയിലെ അച്ഛൻ തന്നെ അറിഞ്ഞു. പള്ളിയിലുള്ള പലരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അച്ഛൻ അത് ഭയങ്കര വിഷമായിപ്പോയി. അതുകൊണ്ട് അച്ഛനും ഏബ്രാ സാറും കൂട്ടായ്മക്കാരും എല്ലാവരും അറിഞ്ഞ് ഭയങ്കര വിഷയങ്ങളായി കഴിഞ്ഞപ്പോഴത്തേന് അവര് എന്നെ എങ്ങനെയെങ്കിലും തിരിപ്പിച്ചോണ്ട് പോകാൻ വേണ്ടി അവർ ഞങ്ങളുടെ വീട്ടിൽ കടന്നിടാനിടയായി. അവര് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസ്തി വന്നതിന് ശേഷം പിന്മാറിപ്പോയവർ ഏതായാലും ദൈവത്തെക്കുറിച്ചും നല്ലത് പറയുകയില്ല, ഈ സത്യത്തെക്കുറിച്ചും ഈ വചനത്തെക്കുറിച്ചൊന്നും അല്ലെ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് അവർ നല്ലത് പറയത്തില്ല. നമുക്കറിയാം പിന്മാറ്റക്കാര്. അങ്ങനെ പിന്മാറിപ്പോയ ഒരു അച്ചായനെ ഇവർ കണ്ടുപിടിച്ച് അച്ചായനെ ആയിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ വലിയ കരുണയ കൃപയാ അവര് വന്ന് എന്നെ ഇത് തിരിപ്പിച്ചുകൊണ്ട് പോകാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ ഒറ്റ വാക്കേ അവരോട് പറഞ്ഞുള്ളൂ. അബ്രഹാം ദൈവസന്നിധി തീരുമാനം എടുത്ത പോലെ ഞാൻ എൻ്റെ ദൈവമായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ തീരുമാനത്തിൽ നിങ്ങൾ ആരെല്ലാം എന്നെ എന്തെല്ലാം ഉപദേശിച്ചാലും ഒരണുവിട പോലും ഞാൻ പിന്മാറുകയില്ല. ജീവനെങ്കിൽ ജീവൻ, മരണമെങ്കിൽ മരണമെന്ന് പറഞ്ഞു. ജീവിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, മരിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആ തീരുമാനം പറഞ്ഞപ്പോൾ അതുവരെ ക്ഷമയോടെ സംസാരിച്ചുകൊണ്ടിരുന്നവരുടെ ആ ക്ഷമ മാറിയിട്ട് അവരെന്നോട് വളരെ കർക്കശമായിട്ട് ഇടപെടുവാൻ തുടങ്ങി. ദേഷ്യപ്പെട്ടു. എന്നിട്ട് ആ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് നീ നല്ല കൊച്ചാന്ന് ഞാൻ പലയിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം നിന്റെ ദൈവത്തോടുള്ള അടുപ്പവും ആ ദൈവസ്നേഹവും വിശ്വാസവും ദൈവഭയവും ദൈവഭക്തി എല്ലാ ദിവസവും പള്ളി കുർബാന കാണാൻ വരികയും സന്ധ്യ നമസ്കാരത്തിന് വരികയും എല്ലാ നോയമ്പുകൾ കൃത്യമായി എടുക്കുകയും അനുസരണത്തിലും ദൈവഭയത്തിലും ഭക്തിയിലും ഒക്കെ ജീവിച്ചത് കൊണ്ട് ആ സാക്ഷ്യം ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. നല്ല ദൈവഭയവും ഭക്തിയുള്ളവളാണ് നീ, താഴ്മയുള്ള കുഞ്ഞാണ്, അനുസരണമുള്ള കുഞ്ഞാണ്. നീയാണോ ഞങ്ങളുടെ നേരെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. സത്യത്തിൽ ബൈബിളിൽ പറയുന്നു, ദൈവവചനം പറയുന്നു, നിങ്ങളെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളുടെ നാവിൽ തരുമെന്ന്. അങ്ങനെ ദൈവം എനിക്ക് തന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാമിന്റെ കാര്യവും തീരുമാനത്തിന്റെ കാര്യമൊക്കെ. പക്ഷേ അവര് പറയുന്നത് എന്നെ പെന്തിക്കോസ്തുകാരെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം. അങ്ങനെ അവർ പഠിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഇത് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്ര ധൈര്യത്തോടെ പറയാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ധൈര്യമാണ്. എനിക്ക് കഴിവില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ധൈര്യപ്പെടുത്തി എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ കൃപയാല് അന്ന് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, സത്യം പറഞ്ഞാൽ ഇവരാരും ഇത് മനസ്സിലാക്കത്തില്ല. പക്ഷെ അവസാനം എൻ്റെ ഫാദറിന്റെ കേക്കല് ഇവര് ഭള്ളു പറയാൻ തുടങ്ങി. ഭള്ളെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇവളെ അനുസരണത്തിൽ വളർത്താത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ പോയെന്ന് പറഞ്ഞ് എൻ്റെ പേരൻസിനോട് ആ രീതി സംസാരിച്ചപ്പോൾ എൻ്റെ ഫാദറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാദർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് ഒരൊറ്റ അടി എൻ്റെ മുഖത്തിനിട്ട് അടിച്ചു. സ്തോത്രം. അടി കിട്ടുകയും ഞാൻ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം ഓരോ അടിക്കും പ്രതിഫലം ഉണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നാം ലജ്ജിച്ചു പോകരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയാണ് വേണ്ടത്. യേശു നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടം സഹിച്ചു, എന്തുമാത്രം അടി കൊണ്ടു, എന്തുമാത്രം വേദന സഹിച്ചു. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവിന് വേണ്ടി നാം ഒരടി കൊണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാലേ ഉള്ളൂ. ദൈവകൽപ്പന അനുസരിച്ചതിന്, ദൈവത്തെ അനുസരിച്ചതിന്, ആ അനുസരിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടതയ്ക്കും, ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ പിൻപിൽ, ദൈവത്തെ അനുസരിക്കുന്നതിന്റെ പിൻപിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കഷ്ടതയും, ഏത് ഉപദ്രവവും, ഏത് പരിഹാസവും, ഏത് നിന്ദയും
നാം സഹിക്കുന്നുവോ അതിന് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ലേഖനങ്ങളാണ് എന്നെ ആ നാളുകളിലൊക്കെ ധൈര്യപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മൂത്ത സഹോദരനാണെങ്കിൽ എന്നോട് ഭയങ്കരമായിട്ട് പ്രതികൂലം പിന്നെ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഫാദർ അന്നേരം ഒന്ന് അടിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു ആരാധനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ ആരാധനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫാദർ ഇപ്പൊ എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ മേശയുടെ താഴെ വെക്കുന്ന ചവിട്ടുപടി ഉണ്ടല്ലോ, അതവിടെ കിടപ്പുണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് എന്നെ അടിക്കാൻ വേണ്ടി കൈ രണ്ടും പൊക്കിക്കൊണ്ട് ഇങ്ങനെ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഞാൻ ആരാധനയ്ക്ക് പോകാണ്ട് ഒരുങ്ങി നിൽക്കുക. ഉടനെ അമ്മ പറയുന്നുണ്ട്, പാപമില്ലാത്ത രക്തം ഇവിടെ ചൊരിയരുതേ, തലക്കെട്ടടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വടി പൊക്കിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ അവിടെ കിടന്ന് വാവിട്ട് കരയുക. പാപമില്ല, കാരണം ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല. സ്നാനപ്പെട്ടു എന്നുള്ളതല്ലാതെ വേറെ ഒരു അവരുടെ മുമ്പിൽ സ്നാനപ്പെട്ടു അനുസരണക്കേട് കാണിച്ചതുപോലെ അവർക്ക് തോന്നിയെങ്കിലും, പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും ഞാൻ പറയേണ്ടവരോട് പറഞ്ഞു. വീട്ടിൽ അറിയിച്ചു, ഇടയനെ അറിയിച്ചു. ദൈവം എന്നോട് സംസാരിച്ച കാര്യം അനുസരിക്കാനാണ് ഞാൻ പോയത്. പക്ഷെങ്കിൽ അവരൊക്കെ പറച്ചില് പിന്നെ ഇങ്ങനെ പോയത് സമുദായത്തെ വിട്ട് നമ്മൾ പോയതിൻ്റെ ഉള്ള വിഷമം കൊണ്ടാ. അപ്പം നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഫാദർ എന്നെ അടിക്കാനായിട്ട് വടി ഇങ്ങനെ പൊക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു, പാപമില്ലാത്ത രക്തം ഇവിടെ ചൊരിയരുതേ എന്ന് പറഞ്ഞ് അമ്മ അവിടെ കിടന്ന് നിലവിളിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ദൈവം അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല. എനിക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്നതിനല്ല എനിക്ക് പ്രതിഫലമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ അവിടെ കിടന്ന് പിന്നെയും കരഞ്ഞു. അങ്ങനെ നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കൃപയാൽ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നു, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാള എന്ത് വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തെ എന്നെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തി, യഥാർത്ഥമായി ദൈവത്തെ കണ്ട ഒരു ദൈവ പൈതൽ ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടു പോകത്തില്ല. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അടുത്ത തുണയായ കർത്താവ്, നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ ദൈവം, വാഗ്ദത്തം ചെയ്ത ദൈവം, ഹല്ലേലൂയ, അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന ജീവൻ നമ്മെ സ്നേഹിച്ച പ്രാണപ്രിയൻ, ഹല്ലേലൂയ. പ്രാണപ്രിയനെ കണ്ടിട്ടുള്ളവരാരും, യഥാർത്ഥമായി ക്രൂശിന്റെ ദർശനം കണ്ടവരാരും, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞവരാരും പിന്മാറി പോകത്തില്ല. കാരണം ദൈവത്തിന് സ്തോത്രം. ഈ പൗലോസ് പറയുന്ന പോലെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതാണ് ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നതും വചനമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് എൻ്റെ മൂത്ത ആങ്ങള പിന്നെ എന്നെ കൊല്ലുവാൻ വേണ്ടി കടാരയായിട്ട് എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ ആങ്ങള എല്ലാ ദിവസവും ഞങ്ങളുടെ പള്ളിയുടെ അവിടെ മൈതാനമുണ്ട്, പന്തുകളം, അവിടെ പോയി ഇരിക്കുന്ന പതിവുണ്ട്. സ്തോത്രം. 4 മണിയാകുമ്പോൾ ചെറുപ്പക്കാരെല്ലാം വന്ന് അവിടെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനു വേണ്ടി പോകുമായിരുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരെല്ലാവരും പറയും, എടാ നിന്റെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ടല്ലടാ നിന്റെ പെങ്ങളിങ്ങനെ തോന്നിവാസം പോയെന്ന് പറയും. അങ്ങനെ അവർ പറയുന്നത്, തോന്നിവാസം പോയെന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് ആങ്ങളയ്ക്ക് ഭയങ്കര ദേഷ്യമാവും. അപ്പൊ ആ ദേഷ്യം തീർക്കുന്നത് വീട്ടിൽ വന്ന് എന്നോടാ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്നെ സ്ഥാനപ്പെട്ടതിന് ശേഷം എൻ്റെ ആങ്ങളെ എന്നെ തെറി മാത്രമേ വിളിക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ദിവസം കടാരായിട്ട് എൻ്റെ തുണിയൊക്കെ കുത്തിക്കീറി. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്ക് പോകരുതെന്ന് എന്നോട് പറഞ്ഞു ആങ്ങള. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന് ഉണ്ടായ കാരണമെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ബൈബിൾ എടുത്ത് ഞാൻ തിണ്ണേലെ മേശ വെച്ചു പോകാനായിട്ട്. അന്ന് ഞാൻ പാവട ബസ് ഇടുന്ന പ്രായമാണല്ലോ. ഞാൻ തലയിടാനുള്ള സ്കാർഫും മാത്രം വെച്ച് കെട്ടിക്കൊണ്ട് ഞാൻ പിന്നെ മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിൾ എടുക്കാൻ വരുമ്പോൾ ബൈബിൾ ഇല്ല. ഞാൻ ആ വെച്ച ബൈബിള് അദ്ദേഹം അവിടെ നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം ആ മേശയിൽ തന്നെ കാലും വെച്ചിരിക്കുക, മേശയുടെ പുറത്ത്. അപ്പൊ അങ്ങനെ ഞാൻ ബൈബിളിനെ ചെന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ വഴക്ക് പിടിക്കാനാ. പക്ഷെ ഞാൻ എന്നെ അടുത്ത് ബൈബിൾ കണ്ടില്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പാവച്ച മാറ്റിയതാ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടുന്ന് അകത്തോട് കയറി ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ആരാധനയ്ക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ ഇല്ലാതെ പോയി. കാരണം ദൈവം എൻ്റെ അവസ്ഥ അറിയുന്നുണ്ടല്ലോ. ഞാൻ ആരാധനയ്ക്ക് ബൈബിൾ ഇല്ലാതെ പോയി. സ്തോത്രം. അപ്പം ഞാൻ പോയി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മണറാട് പള്ളിയുടെ വാതിൽക്ക് ചെന്ന് കാണും.
കാരണം അവിടെ അതുവരെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നടുവിലടുത്തെ ബിനുക്കുട്ടി, ഇപ്പൊ അവള് സ്നാനപ്പെട്ടു. ആ ബിനുക്കുട്ടി പിന്നെ അവള് പള്ളിയിലോട്ട് പോകാൻ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പോയി. അവള് പള്ളിയിലോട്ടും കയറി. ഞാൻ കണിയാങ്കുന്നേലോട്ട് പോകാനായിട്ട്, കണിയാങ്കുന്നല്ല എൻ്റെ ബസ് സ്റ്റോപ്പ്, കാരണം തിരുവഞ്ചി വഴിയുള്ള അയർകുന്നത്തിന് പോകുന്ന റൂട്ടിലാണ് എൻ്റെ ആരാധനാ സ്ഥലം, പാണകുന്ന എന്ന് പറയും. അപ്പം അവിടെ പിന്നെ നിഷ്കളങ്ക ജംഗ്ഷൻ, നൈപ്പ ജംഗ്ഷന്റെ പേര്. അപ്പൊ അവിടെയാണ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാൻ കണിയാങ്കുന്ന സ്കൂളിന്റെ അങ്ങോട്ട് പോകാനായിട്ട്, ആ ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട് തിരിയുകയും, സ്തോത്രം, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ അതുവഴി പോകരുതേ എന്ന് പറഞ്ഞു. സ്തോത്രം, ദൈവം എത്ര വിശ്വസ്തനാ, വഴി കാണിച്ചു തരുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെയുമല്ല, ഞാൻ വിശ്വാസത്തോടെയാണ് ബസ്സേ കയറുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരത്തില്ല. വിശ്വാസത്തോടെ ഞാൻ ബസ്സേ കയറും. ബസ്സേ കയറുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ആരെയെങ്കിലും ഒരുക്കും, അവരെനിക്ക് ടിക്കറ്റ് എടുക്കും. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ബൈബിൾ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. രക്ഷിക്കപ്പെട്ടപ്പോഴേ ദൈവം എന്നോട് പറഞ്ഞൊരു വചനമാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് എൻ്റെ ജീവിതത്തിലെ ആപ്തവാക്യം. പ്രൈസ് ദി ലോർഡ്. ആ വാക്യമാണ് ഇന്ന് വരെയും എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഇന്ന് വരെ നിൽക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസ യാത്ര, വിശ്വാസ ജീവിതം ഏറ്റവും ഭാഗ്യകരമായ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ കൃപയാൽ കണിയാങ്കുന്നേലോട്ട് പോകാനായിട്ട് തിരിഞ്ഞ് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അതുവഴി നീ പോകരുതെന്ന് പറഞ്ഞു. പോകരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ വഴിയുള്ളത് അയർക്കുന്നം വഴി പോകണം. അയർക്കുന്നം വഴി പോകണം 2 ബസ്സേ കയറി പോകണം. എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. സ്തോത്രം. ഞാൻ അങ്ങോട്ട് തന്നെ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചത് നടന്നു പോയേക്കാം, ഒരു കുറുക്ക് വഴിയുണ്ട്, അതുവഴി നടന്നു പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് നടക്കുകയും, സ്തോത്രം, പുറകിൽ നിന്ന് ഒരാൾ കൈ വിട്ടു. അപ്പൊ എൻ്റെ വിചാരം ആങ്ങളെയാണ്. കാരണം ആങ്ങളെ ഇച്ചിരി ഇന്നിവിടുന്ന് ഒരുത്തിയും യോഗത്തിന് പോകത്തില്ലെന്ന് പറഞ്ഞേച്ചാണ് ആങ്ങളെ അവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലോ. പ്രാർത്ഥിച്ചപ്പം ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന് ദൈവം എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത്. ആങ്ങളെ പ്രതികൂലം അവിടെ ഒരുക്കി. ഇവിടുന്ന് ഒരുത്തി ഇന്ന് യോഗത്തിന് പോകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് ഞാൻ മുറിക്കകത്ത് കയറി തലേ സ്കാർഫ് കെട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്കും അവന്റെ കരം അനുകൂലമാ. ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുന്ന ദൈവവൈദ്യന് ദൈവത്തിന്റെ കരം അനുകൂലമാ. യഹോവ അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരാണ്? സ്തോത്ര. ഏത് പ്രതികൂലം വന്നാലും അതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രതികൂലത്തെ ഞാൻ വകവയ്ക്കാതെ ദൈവ ശബ്ദത്തെ അനുസരിച്ചുകൊണ്ട് ഞാൻ ആരാധനയ്ക്കായി കടന്നുപോയി. അപ്പോഴാണ് എൻ്റെ ആങ്ങളയ്ക്ക് ദേഷ്യം വന്നു. ആങ്ങള വേഗത്തിൽ അമ്മയോട് ചെന്ന് ചോദിച്ചു, അവൾ എന്ത് ചെയ്യും? അപ്പൊ അമ്മ പറഞ്ഞു, അവൾ ആരാധനയ്ക്ക് പോയി. ഇല്ലെന്നേ, അവൾ പോയിട്ടില്ല, അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. കാരണം അവിടെ ബൈബിൾ എൻ്റെ കയ്യിലാ, പിന്നെ എങ്ങനെയാ അവൾ ആരാധനയ്ക്ക് പോകണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ബൈബിൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല, അവൾ എന്നോട് പറഞ്ഞു ആരാധനയ്ക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഞാൻ പോന്നെന്ന്. അദ്ദേഹം പെട്ടെന്ന് ഓടിച്ചെന്ന് കടാര എടുത്ത്, കാരണം അദ്ദേഹം ഈ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു കടാര, ഒരു ബലത്തിന് വേണ്ടി ചുമ്മാ ധൈര്യത്തിനോട് കൊണ്ടുവന്ന. അപ്പൊ ആ കടാര അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി ഓടിച്ചെന്ന കടാര എടുത്തുകൊണ്ട്, ഇന്ന് ഞാൻ അവളെ ശരിയാക്കുമെന്ന് പറഞ്ഞേച്ച് അമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ അവിടെ നിന്ന് കടാരയായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഒരു ഷർട്ട് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഓടിയെന്ന് അമ്മ പറയുന്നത്. സ്തോത്രം. ഇടാൻ പോലും ഇടാനുള്ള സമയം പോലും വീട്ടിൽ നിന്നില്ല. ഒരു കൈ മാത്രം ഷർട്ട് കയറ്റിയിട്ട് പിന്നെ പുള്ളി ഓടുമായിരുന്നു എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നാൽ അദ്ദേഹം പോയത് എങ്ങോട്ടാണെന്നറിയാം? കണിയാങ്കുന്ന സ്റ്റോപ്പിലോട്ടാണ്, ബസ് സ്റ്റോപ്പിലോട്ട്. അങ്ങോട്ട് പോകാനിരുന്ന എന്നെ എൻ്റെ ദൈവം വഴി മാറ്റിവിട്ടത് അദ്ദേഹം അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനർത്ഥങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി തികവുള്ളത്. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആലോചനയും വലിയവനും പ്രവൃത്തി ശക്തിമാനുമാണ്. ആങ്ങളെ നേരെ പോയത് കണിയാങ്കുന്നതിലോട്ടാ. എന്നാൽ എൻ്റെ ദൈവം എന്നെ രക്ഷിച്ച് എന്നെ ആ വേറെ വഴിയായിട്ട് പറഞ്ഞു വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, പുറകിൽ നിന്ന് ആരോ കൈ കൊട്ടുന്ന കേട്ടോണ്ട് ഞാൻ പയ്യെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ സഭയെ കൂടിക്കൊണ്ടിരിക്കുന്ന 2 ആന്റിമാരാ. സ്തോത്രം. അവരുടെ കൂടെ അവരെന്നോട് ചോദിച്ചു, പൊന്നമ്മ എവിടെ പോവാന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു ആരാധനയ്ക്ക് പോവാം. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അവര് തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത്
സ്തോത്രം അവരുടെ കൂടെ യാത്ര ചെയ്ത് എനിക്ക് ആരാധനയെ സംബന്ധിപ്പാൻ കടന്നു പോകാൻ ദൈവം ഇടയാക്കി. ദൈവമുഖത്തേക്ക് നോക്കുന്നവരെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. അവൻ വഴിയിൽ ഇട്ടേച്ചു പോണ ദൈവമല്ല. ഹാലേലുയ. നരയ്ക്കുവോളം ചുമക്കാമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അവൻ ചുമക്കുക തന്നെ ചെയ്യും. വഴിയിൽ ഇടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ വഴിയിൽ ഇടത്തില്ല. അവൻ ഒരു നാൾ നമ്മളെ അനാഥരായി വിടത്തില്ല. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാ. അവനെ പിൻപറ്റുന്ന തന്റെ ജനത്തിനു വേണ്ടി അവൻ അന്നും ഇന്നും എന്നും അത്ഭുതം പ്രവർത്തിക്കും. ചെങ്കടലിൽ ചെങ്കൽ പാതയൊരുക്കി തന്റെ ജനത്തെ അക്കരെ കടത്തിയ ദൈവം നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ മാറ്റിവിടുവാൻ ശക്തനായ ദൈവമാ. ആ പ്രതികൂല തന്നജള കൃപ തന്ന് നമ്മുടെ ജയത്തോടെ നടത്തുന്ന ദൈവമാ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൃപയാൽ എന്റെ ദൈവം എന്നെ അവിടുന്ന് രക്ഷിച്ചു. ഞാൻ ചർച്ചിൽ ആരാധനയ്ക്ക് പോയി. ആരാധനയ്ക്ക് ഇരുന്ന് ആരാധന കൂടി. എന്നാൽ അവസാനത്തെ മെസ്സേജ് വന്ന സമയത്ത് സാക്ഷിയൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ആ മെസ്സേജിൽ കർത്താവിന്റെ ദാസൻ എടുത്ത ഭാഗം ഇതായിരുന്നു: യേശുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുക, യേശുവിന്റെ മരണശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ആ വചനമെടുത്ത് ആ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആ പ്രസംഗത്തിന്റെ മുമ്പിൽ, ആ വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. എനിക്ക് മനസ്സിലായി ഈ ദൂത് എന്നോടുള്ളതാണ്. സ്തോത്രം. ഉടനെ ആ ദൂതിന് മുമ്പ് ഞാൻ ഇങ്ങനെ സമർപ്പിച്ചു: യേശുവേ, അങ്ങയുടെ ജീവൻ എന്നിൽ വെളിപ്പെടേണ്ടതിനാ യേശുവിന്റെ മരണം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവിനെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ദൈവം എന്റെ മേൽ കൃപ പകർന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് ഞാൻ ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ ചെന്നു. ഭവനത്തിൽ ചെല്ലുമ്പോൾ ഇതാ വീടിന്റെ വാതിക്കൽ ചെന്നപ്പോഴും ദൈവത്തിന് സ്തോത്രം, ആകെപ്പാടൊരു നിശബ്ദത. ഞാൻ എന്നും തിണ്ണേ കയറുന്നത്, ഫ്രണ്ടിൽ കൂടെ. അങ്ങനെ കയറാനായിട്ട് ചെല്ലുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ അതുവഴി കയറരുതെന്ന് പറഞ്ഞു. സ്തോത്രം. നടവാതിക്കൽ കൂടെ നീ വരരുത്. നടവാതിക്കോട് ചവിട്ടാൻ വന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അതുവഴി പോകരുത്, വഴി മാറ്റി വിട്ടു, അടുക്കള വശത്തൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കള വശത്തൂടെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അടുക്കളയിലെ കതക് 2 പാളി മേളിലും 2 പാളി താഴെയുക. അപ്പം മേളിലത്തെ പാളി പയ്യെ ഞാനിങ്ങനെ തുറന്നിട്ട് അകത്തെ പാളിയുടെ കുറ്റി അടിയിലത്തെ പാളിയുടെ കുറ്റി എടുക്കുമ്പോൾ എൻ്റെ അമ്മ ഓടി വന്നു. അമ്മ അന്ന് തേങ്ങായിടിയിലായിരുന്നുകൊണ്ട് അമ്മയെ ചാരി തേങ്ങ പെറുക്കുക. അപ്പം അമ്മ ഓടി വന്നേച്ച് എന്നോട് പറഞ്ഞു, മോളെ, നീ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. നീ ഇവിടെ നിൽക്കേണ്ട, വേഗം പൊക്കോളാൻ പറഞ്ഞു. കാര്യം എന്നാന്ന് പറയുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നീ വേഗം പൊക്കോ. കാരണം പയ്യെ പറഞ്ഞു, കാരണം ആങ്ങളെ കേൾക്കാതിരിക്കാൻ വേണ്ടി. ആങ്ങളെ തിന്നേല് എന്നെ അന്വേഷിച്ച് അദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ട് കണിയാങ്കുന്ന സ്റ്റോപ്പിൽ വന്ന് ചോദിച്ചു, എൻ്റെ പെങ്ങള് ഇവിടെ എങ്ങാനും ഇവിടെ വന്നോന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച വന്നായിരുന്നു, അതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച വന്നായിരുന്നു, ഇന്ന് കണ്ടില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ പിന്നെ ഇവൾ എവിടെ പോയി? ബൈബിളും ഇല്ല, കണിയാങ്കുന്നയിൽ ഇവിടെ ചെന്നിട്ടുമില്ല. പിന്നെ ഇവൾ എവിടെ പോയി? അതുകൊണ്ട് ആങ്ങളെ തീരുമാനിച്ചു ഇന്ന് എന്നെ ശരിയാക്കുക. അതുകൊണ്ട് അദ്ദേഹം വന്ന് വീട്ടിൽ പറഞ്ഞു, എന്നിട്ട് എൻ്റെ തുണി ഞാൻ കോളേജിൽ ഇട്ടുകൊണ്ട് പോണം, എൻ്റെ ഡ്രസ്സുകളെല്ലാം കുത്തി കീറിയിട്ട് അദ്ദേഹം തിണ്ണെ വന്ന് കിടക്കുക. അതുകൊണ്ടാണ് ദൈവം എന്നോട് പറഞ്ഞത് തിണ്ണെ കൂടെ കയറരുതെന്ന്. സ്തോത്രം. കാരണം തിണ്ണയിലെ ഡോറ് ഞാൻ എപ്പോൾ തുറക്കുന്നോ ആ സെക്കൻഡിൽ അദ്ദേഹത്തിന് ഉണർന്ന് എന്നെ കൊല്ലണം. അതിനാ ഡോറിനോട് ചേർന്നാണ് അദ്ദേഹം കിടന്നത്. എൻ്റെ ദൈവം വിശ്വസ്തന. അനർത്ഥത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കൺമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് വഴി മാറ്റി വിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അനർത്ഥങ്ങളെ വിട്ടുമാറ്റുവാൻ, അനർത്ഥങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ, വഴി പറഞ്ഞു തരുവാൻ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ നല്ല ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ല. അങ്ങനെ കർത്താവ് വഴി മാറ്റി വിട്ടതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മോളെ, നീ പോയ പുറകെ ആങ്ങളെ ഇന്നപോലെ കടാരയായിട്ട് അവൻ ഇറങ്ങി ഇന്നപോലെ അന്ന് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നീ വേഗം പൊയ്ക്കോ. അവൻ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഇന്ന് കൊന്നിരിക്കും. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവൻ അറിയാതെ നീ ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. എങ്കിലും എൻ്റെ ജീവൻ നിലനിർത്തണം എന്നുള്ള ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് ഉള്ളത് കൊണ്ട് അങ്ങനെ അമ്മ പറഞ്ഞു. ഉടനെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മയോട്, അമ്മേ, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി എൻ്റെ സഹോദരന്റെ കയ്യാ ഞാൻ മരിക്കുന്നെങ്കിൽ ഞാൻ ഭാഗ്യമുള്ളവളാണ്. സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. അന്നേരെ അവനെ കല്ലെറിഞ്ഞു കൊന്നു. അവനെ സ്വീകരിക്കാൻ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു എഴുന്നേറ്റ് നിൽക്കുക. രക്തസാക്ഷിയെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുക. അത്ര ശ്രേഷ്ഠകരമായ ഭാഗ്യകരമായ അനുഭവമാണ് രക്തസാക്ഷി. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ എൻ്റെ സഹോദരന്റെ കയ്യാൽ മരിക്കുന്നെങ്കിൽ ഞാൻ ഭാഗ്യമുള്ളവളാന്ന് പറഞ്ഞു. ഉടനെ അമ്മ എൻ്റെ പറഞ്ഞു, നീ എന്താ കുഞ്ഞ് ഈ പറയുന്നേ? നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു.
എനിക്ക് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഞാൻ ആ ദൈവീയ സന്തോഷ സത്യം അറിഞ്ഞതുകൊണ്ടാണ്. എന്ന് ഞങ്ങളുടെ സംസാരം കേട്ടുകൊണ്ട് എൻ്റെ പിതാവ് തേങ്ങ പെറുക്കിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് എൻ്റെ പിതാവ് വന്നു. ഞങ്ങളുടെ സംഭാഷണം കേട്ടുകൊണ്ട് പിതാവ് വന്നിച്ച് പറഞ്ഞു, നീ വേഗം ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു, ജീവരക്ഷയ്ക്ക് വേണ്ടി നീ പോയിക്കൊള്ളുക. അപ്പൊ ഞാൻ എൻ്റെ പിതാവിനോട് ഇതേ വാചകം പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി എൻ്റെ സഹോദരന്റെ കയ്യാൽ ഞാൻ മരിക്കുന്നത് ഞാൻ ഭാഗ്യമുള്ളൂ. ഉടനെ എൻ്റെ ഫാദർ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ധൈര്യമില്ല. പിന്നെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയുന്നത്, നീ ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ 2 മരണം നടക്കുന്നത്. ഒന്ന്, എൻ്റെ 2 മക്കളാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. നിന്നെ കൊന്നാല് അവനെ ഗവൺമെന്റ് വെച്ചേക്കുവോ? പിന്നെ എനിക്ക് ഒരേ സമയത്ത് 2 മക്കളാണ് നഷ്ടപ്പെടുന്നത്. നീ സ്വർഗത്തിൽ പോവായിരിക്കും, പക്ഷെ അവനെ ശിക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് 2 മക്കൾ ഒരേ സമയത്ത് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ എന്നെ ഓർത്ത് ഇവിടുന്ന് പോയി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ സന്ധ്യ മയങ്ങി. അന്നേരം ഞാൻ അത് കേട്ടോണ്ട് മടങ്ങി പോകാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്താലാണ് ഞാൻ ബസ്സേ കയറുന്നത്, എൻ്റെ ഈ പൈസയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും എനിക്ക് ടിക്കറ്റ് എടുക്കും, തിരിച്ചു വരുമ്പോഴും ആരെങ്കിലും ടിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് പൈസ തരും. അങ്ങനെ അന്ന് എനിക്ക് ആരോ 1 രൂപ തന്നു. ആ 1 രൂപ കൊണ്ട് ഞാൻ 60 പൈസയേ ഉള്ളൂ അന്ന് വണ്ടിക്കൂലി. 60 പൈസ കൊടുത്ത് തിരിച്ച് ഞാൻ ആരാധന കഴിഞ്ഞ് വന്നത്. പോയിട്ട് 40 പൈസ എൻ്റെ കയ്യിലുള്ളൂ തിരിച്ചു പോകാൻ. ഇവര് പൈസയും തരത്തില്ലല്ലോ വീട്ടുകാരോട് ഞാൻ ചോദിക്കത്തില്ല, ഒരു കാര്യം ഞാൻ ചോദിക്കത്തില്ല. കാരണം പിന്നെ ഒന്നും കൊടുക്കരുതെന്നുള്ള നിയമം ഇവർ വെച്ചതുകൊണ്ട് അച്ഛന്മാരൊക്കെ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്, അവൾക്ക് പിന്നെ പൈസ ഒന്നും ചെയ്യരുത്, അവളെ പഠിപ്പിക്കരുത്, അവളെ കോളേജിൽ വിടരുത്, അവളെ പുറത്തിറക്കി വിടരുത്, അവളെ പെരക്കകത്തിട്ട് പൂട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്ലാൻ ഇട്ടായിരുന്നു. അതൊന്നും ഞാനിപ്പോൾ പറഞ്ഞില്ല, കാരണം എല്ലാം കൂടെ പറഞ്ഞിട്ട് ഒത്തിരി സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടതാ. അപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇവർ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല, ഒരു വാക്കുകൊണ്ടും ഇല്ല, പ്രവൃത്തി കൊണ്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഈ ബാക്കി 20 പൈസ കൂടെ എനിക്ക് വേണം, എന്നാലേ എനിക്ക് ബസ്സിൽ കയറി വരാൻ പറ്റുള്ളൂ. ഫെയ്ത്തോമിലോട്ടേ വരാനും പറ്റുള്ളൂ. അപ്പോൾ ഫെയ്ത്തോമിലോട്ട് പോകാൻ വേണ്ടി പൈസയില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് നേരം ഓർത്ത്, എൻ്റെ കൂടെ കോളേജിൽ വേറെ ഗ്രൂപ്പിൽ 3rd ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്, കത്തോലിക്ക സിസ്റ്റർ. അപ്പോൾ അത് ഈ കണിയാങ്കുന്നേൽ അവരുടെ ആ മഠത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ആ സിസ്റ്ററോട് ചോദിക്കുവാണെങ്കിൽ 20 പൈസ കിട്ടും. ആ 20 പൈസ കൊണ്ട് എനിക്ക് വണ്ടിക്കൂലി കിട്ടുമല്ലോ, അപ്പോൾ അവിടെ പോകാമല്ലോ എന്നൊന്ന് പ്ലാൻ ഇട്ട് ഞാൻ കണിയാങ്കുന്നേ വന്നിട്ട് ഈ സിസ്റ്ററുടെയൊക്കെ മഠത്തിൻ്റെ അവിടെ ചെന്നിട്ട് അപ്പോൾ സിസ്റ്ററെ കണ്ടു. സിസ്റ്റർ ചോദിച്ചു, ഈ സന്ധ്യാസമയത്ത് വന്നമ്മ എവിടെ പോകാന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് കോളേജിൽ പരീക്ഷയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, പരീക്ഷാ സമയമല്ലേ, ഇപ്പം എവിടെ പോവാ? ഞാൻ പറഞ്ഞു, ഇത് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ മാതാവിനെ വിട്ടേച്ച് പോകുന്നു എന്നുള്ളത് ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഈ സിസ്റ്റേഴ്സിന് അവർക്ക് മാതാവാണല്ലോ അവരുടെ ദൈവം, മണറാട്ടുപള്ളി മാതാവിൻ്റെ ആണല്ലോ. അതുകൊണ്ട് ഈ മണറാട്ടുപള്ളി ഞാൻ വിട്ടുപോകുന്നു, അല്ലെ മാതാവിനെ വിട്ടുപോകുന്നു എന്നുള്ള ഒരു പിണക്കം ഈ സിസ്റ്റർക്കും എന്നോടുണ്ട്. അപ്പോൾ ആ കൂടെ അവരോട് എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ പ്രതിസന്ധി ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് അമേനൂർ പോകണം, ഫെയ്ത്തോമിൽ പോകണം, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു 20 പൈസ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ തരാം, പക്ഷെ പന്നമ്മ പോകണ്ട, നമുക്ക് ഇവിടെ ഇന്ന് വൈകിട്ട് പഠിക്കാം, എന്നിട്ട് നാളെ നമുക്ക് പരീക്ഷയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് നിർബന്ധപ്പെട്ടിച്ചപ്പോൾ അവരുടെ വലിയ സിസ്റ്റേഴ്സ്, ഇത് കൊച്ചു സിസ്റ്റർ, പിന്നെ വലിയ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരും എല്ലാവരും കൂടി വന്ന്, കാരണം കുടിയന്മാരുള്ള സ്ഥലമായി കണിയാങ്കുന്ന്, ആ കുടിയന്മാരുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ അവരും കൂടെ വന്നാണ് എന്നെ ബസ്സെ കയറ്റി വിട്ടത്. അങ്ങനെ ബസ്സെ കയറ്റി വിട്ടു. രാത്രി ഞാൻ ഫെയ്ത്തോമിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞോമനെ എന്ന് പറയും, എൻ്റെ കൂടെ പഠിച്ച ആ കുഞ്ഞോമനയുടെ പിന്നെ പപ്പായുടെ ചേട്ടൻ്റെ വീട്ടിൽ ആരാധന, അടുത്തടുത്ത വീടുകളാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. പിന്നെ ഫെയ്ത്തോമിലോട്ട് ആൾ വരുന്നോടം വരെ അവിടെ നിന്നു. അവർ വന്നു കഴിഞ്ഞു, പാസ്റ്ററും അവരും കൂടെ വന്നു കഴിഞ്ഞ് അവർ ചോദിച്ചു, വന്നമേ എന്നെ രാത്രി വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന പോലെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഉടനെ ആ കർത്താവിൻ്റെ ദാസൻ, ബേബിക്കുട്ടി എന്നാ പാസ്റ്ററുടെ പേര് കേട്ടോ, അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് ഞാൻ സ്ഥാനപ്പെടുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ടി ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു ദൈവദാസനാണ്. ആ ബേബിക്കുട്ടി പാസ്റ്റർ എന്നോട് പറഞ്ഞു, പൊന്നമ്മേ, ഞാൻ ഈ പ്രതികൂലത്തെക്കുറിച്ച് ദൈവം എന്നെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം സ്ഥാനപ്പെടണമെന്നും പറഞ്ഞ് ഇവരുടെ ചർച്ചിൽ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇവർ അന്ന് സ്ഥാനപ്പെടുത്തില്ല. ഈ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാണുന്ന എനിക്ക് വരാൻ പോണ പ്രതികൂലങ്ങളെക്കുറിച്ച് നല്ല വെളിപ്പാടുള്ളൊരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ദൈവം വെളിപ്പെടുത്തിയതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനത്തിൻ്റെ കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം എന്നെ സ്ഥാനപ്പെടുത്താതിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊന്നമ്മ പെടണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം പിന്നെ ആവശ്യപ്പെടുകയും എന്നെ എഴുത്ത് കൊടുത്തു വിടുകയും ഒക്കെ ചെയ്തെങ്കിലും
എങ്കിലും ഞാൻ പൊന്നമ്മയെ സ്നാനപ്പെടുത്താൻ കാര്യം ഇതാ. കാരണം പൊന്നമ്മയെ കൊല്ലാൻ വേണ്ടി ഒരാൾ കടാരയായിട്ട് നിൽക്കുന്ന കാഴ്ച ദൈവം എന്നെ അന്ന് കാണിച്ചു. അത് മാറാൻ വേണ്ടിയാണ് 3 ദിവസം 1982 ജൂലൈ മാസം 1, 2, 3 തീയതികളിൽ അദ്ദേഹം എനിക്ക് വേണ്ടി ഉപവസിച്ചു. എന്നിട്ട് 4-ാം തീയതിയാണ് എൻ്റെ സ്നാനം നടത്തിയത് തന്നെ. അപ്പൊ ഈ പ്രതികൂലത്തിൽ നിൽക്കുവാനുള്ള ധൈര്യവും കൃപയും പൊന്നമ്മയ്ക്ക് ലഭിക്കേണ്ടതിനാണ് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. എന്നിട്ടാണ് പൊന്നമ്മയെ സ്നാനപ്പെടുത്തിയത്. പൊന്നമ്മ വന്നപ്പോഴേ സ്നാനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പ്രതികൂലത്തിൽ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇത്രയും സ്നാനം ലേറ്റ് ആയെന്ന് അദ്ദേഹം അന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഏതായാലും കൊള്ളാം, ദൈവത്തിന്റെ ദാസന്മാര് ദൈവമക്കളെല്ലാം പ്രാർത്ഥിച്ചു. കർത്താവ് കൃപയാൽ എന്നെ നിലനിർത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കൊള്ളാം, അന്ന് രാത്രിയിൽ ഞാൻ ഫീത്തോമിൽ താമസിച്ചു. ആ ഫീത്തോമിലെ അപ്പച്ചനും അമ്മച്ചി, അവർക്ക് മക്കളില്ല. പിന്നെ അവരുടെ കൂടെ ഞാൻ താമസിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കോളേജ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്ദർശനം ദൈവം അയച്ചു. എനിക്ക് വേണ്ടി പ്രതികൂലമായി നിന്നവർക്കെല്ലാം ഓരോരോ കഷ്ടത, ഓരോരോ വേദന, ഓരോരോ പ്രശ്നം, ഓരോരോ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എനിക്ക് മനസ്സിലായി ഇതാ കാര്യം. പക്ഷേ അവരൊക്കെ അറിയത്തില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചത്. എന്നെ കൊല്ലാൻ വന്ന എൻ്റെ ആങ്ങളയ്ക്ക് ദൈവത്തിന് സ്തോത്രം ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവാനായിട്ട് ഓടി നടന്ന എൻ്റെ മൂത്ത ആങ്ങള പെട്ടെന്ന് വയറ്റിൽ നിന്ന് ബ്ലഡാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ വീട്ടിലുള്ളവർക്ക് തലകറക്കം, അസ്വസ്ഥതകൾ, പലവിധത്തിലുള്ള കഷ്ടതകൾ, വേദനകൾ. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനുഭവിക്കുന്നത് ദൈവത്തിനറിയാം. പക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ ഒരു ദോഷവും വരുത്തരുത്. അവരുടെ അറിവില്ലായ്മയിലാണ് അവരിങ്ങനെ കാണിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവരുടെ അറിവില്ലായ്മയിലാണ്. കർത്താവേ, അവിടുന്ന് ക്ഷമിക്കണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ വലിയ കരുണയാ കൃപ എല്ലാ പ്രതികൂലത്തിലൊക്കെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനം അതാണ് എൻ്റെ ആപ്തവാക്യം. അതുകൊണ്ട് ഞാൻ രക്തസാക്ഷിയാകണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദേവദാസിയെ കൂടെ എന്നോട് അറിയിച്ചു, ഒറ്റയ്ക്ക് നിൽക്കണമെന്നുള്ളത് നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. നീ കുടുംബസ്ഥയായിരുന്ന ദൈവവേല ചെയ്യണം, ഒരു വേലക്കാർ 20 നല്ലത് എന്ന് പറഞ്ഞു. ആ ദൂതിന്റെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ സ്വയ തീരുമാനം മാറ്റി ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവഹിതപ്രകാരം ഒരു ഭാവി ക്രമീകരണം ദൈവം നിനക്ക് ഒരുക്കി തരുമെന്ന് പറഞ്ഞു. ഉടനെ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസിയ, അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. പക്ഷെ ഒരു ചെറിയ ഡിമാൻഡ് മാത്രം വെച്ചു. ഞാൻ വിവാഹം കഴിക്കാം, പക്ഷെ ഈ ഭൂമിയിൽ 5 സെന്റ് സ്ഥലമോ സ്വന്തം വീടോ ഇല്ലാത്ത ഒരു വ്യക്തി വേണം എന്നെ വിവാഹം കഴിക്കാൻ. മേലോട്ട് നോക്കിയാൽ ആകാശവും താഴോട്ട് നോക്കിയാൽ ഭൂമിയും. കെരീത്തോട്ട് ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ അവിടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. സാരഫാത്തിലെ വിധവെടുക്കെ പോകാൻ പറഞ്ഞാൽ ദൈവശബ്ദം ഇറങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ അങ്ങയുടെ വാക്ക് തന്നെ മുമ്പിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവദാസനെ എനിക്ക് തന്നാൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ദൈവം കാണിച്ചു തന്നു. വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് വെളുത്തു മെലിഞ്ഞ ഒരാളിനെ ദൈവം കാണിച്ചു തന്നു. അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ്. അങ്ങനെ കർത്താവ് ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവം 4 പെൺമക്കളെ തന്നു. അതിൽ മൂത്ത മോളാണ് അച്ഛാമോളും കുടുംബവും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ദൈവനാമം മഹത്വപ്പെടുന്നു. അതുപോലെ തന്നെ അപ്പം അവൾക്ക് 3 കുഞ്ഞുങ്ങളെ കൊടുത്തു. പിന്നെ രണ്ടാമത്തെ മോള്, അവളും വിവാഹിതയാണ്. അവളെ ഒരു ഡോക്ടറാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നാൽ അവനും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവർ രണ്ടുപേരും ദൈവവേല ചെയ്യുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ അവരും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവളെ ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അപ്പൻഡിസൈറ്റിസ് വന്നു. അപ്പൻഡിസൈറ്റിസ് വന്ന് ഞാൻ മരണത്തോട് മല്ലടിച്ചു. ദൈവത്തിന് സ്തോത്രം. മരണത്തോട് മല്ലടിച്ചെന്ന് പറഞ്ഞാൽ 3 പകലും 2 രാത്രി, രാവേദ പകലേതെന്നറിയാം, ഞാൻ തലകുത്തി മറിയ വേദന ഉണ്ട്. അങ്ങനെ തലകുത്തി മറിയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും. അപ്പോൾ വേദന കൂടുക. അങ്ങനെ ഞാൻ അതിഭയങ്കര വേദനയും കഷ്ടപ്പെടുമ്പോൾ പപ്പായുടെ ചേട്ടൻ വന്നേച്ച് പറഞ്ഞു, നിന്റെ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നല്ലതാണ്, പക്ഷെ നീ ഇതിന് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്താലേ ഈ അസുഖം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഞാൻ തലകുത്തി മറിയുന്ന വേദനയും കഷ്ടപ്പെടുമ്പോഴും ഞാൻ ഇത്ര മാത്രം പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയും. ഇനി വിടുവിച്ചില്ലേലും എന്നേ പറഞ്ഞുള്ളൂ. വിടുവിച്ചില്ലേലും ആശുപത്രി പോകത്തില്ലെന്നാ പറയണ്ടേ. വിടുവിച്ചില്ലെങ്കിലും എന്ന് പറയുകയും ദൈവത്തിന്റെ കരം എന്നെ തൊട്ടു. 3 പകലും 2 രാത്രി, രാവേദ പകലേതാന്നറിയാതെ അതിഭയങ്കര വേദന ഇരുന്ന എനിക്ക് തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം തൊട്ടു. അത്ഭുത വിടുതൽ ദൈവം എനിക്ക് തന്നു.
അത്ഭുത വിടുതൽ ലഭിച്ചു. പെട്ടെന്ന് എനിക്കൊരു മയക്കം ഉണ്ടായി. കാരണം ഉറങ്ങാതിരുന്നത് കൊണ്ട് പെട്ടെന്നൊരു മയക്കം. ആ മയക്കത്തിൽ ദൈവശബ്ദം ഞാൻ നേരിട്ട് എൻ്റെ ചെവി കേട്ടു. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. അപ്പൊ ഈ തീ അനേകരെ ദഹിപ്പിച്ചിട്ടുണ്ട്. ഈ വേദന വന്ന് അനേകര് മരിച്ചിട്ടുണ്ട്. ഈ തീക്ക് എന്നെ കൊല്ലുവാൻ സാധ്യമല്ല, ഈ രോഗത്തിന് എന്നെ കൊല്ലുവാൻ സാധ്യമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാ അങ്ങനെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. പിറ്റേ ദിവസം എൻ്റെ മാതൃസഭ അമേനൂരാണ്. ആ അമേനൂർ സഭയിലുള്ള അപ്പച്ചനും അമ്മച്ചി വേറെ 2-3 സഹോദരിമാരുടെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ആ അപ്പച്ചൻ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. എനിക്ക് സൗഖ്യം കിട്ടിയത് മാത്രമേ എനിക്കറിയുള്ളൂ. ആന്തരിക അവയവത്തിൽ എന്ത് മാറ്റമാ വന്നെന്ന് എനിക്കറിയത്തില്ലല്ലോ. അത് ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. മുഴുത്ത നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു സാധനം എൻ്റെ വയറ്റിൽ പഴുത്തു വന്നു. ബലൂണിന്റെ കാറ്റ് അഴിച്ചു വിടുമ്പം ചൊങ്ങുന്നത് പോലെ, സ്തോത്രം, അത് ചൊങ്ങി കുടലിന്റെ അറ്റത്തോട് ചേരുന്ന ഒരു കാഴ്ച ദൈവം കാണിച്ചു കൊടുത്തു. കർത്താവ് എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ഒരു ഓപ്പറേഷൻ കൂടാതെ, രക്തം വെളിയിൽ പോകാതെ, ഹല്ലേലൂയ, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. അതിനുശേഷം പിന്നെ ഞാൻ ട്രാക്റ്റൊക്കെ കൊടുക്കാൻ നടന്നു. ട്രാക്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ പോയി. 7-ാം മാസത്തിൽ കയറി എനിക്ക് ടൈഫോയിഡ് കയറി പിടിച്ചു. അത് ഞാൻ മരണത്തോട് മല്ലടിച്ചു. അത്ഭുതകരമായി കർത്താവ് എന്നെ അവിടെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ടൈഫോയിഡ് ഓരോ ദിവസം കൂടി വരികയായിരുന്നു. ഓരോ ആഴ്ച അത് ഡിസംബർ മാസത്തിലാണ് എനിക്ക് ടൈഫോയിഡ് വരുന്നത്. അങ്ങനെ ടൈഫോയിഡ് വന്നു. അതികഠിനമായി കഴിഞ്ഞപ്പോൾ 2 ദിവസം എൻ്റെ ഉദരത്തിൽ അനക്കമില്ലാതെ കിടന്നു ഈ കുഞ്ഞ്. സ്തോത്രം. അതിഭയങ്കരമായ ആ പ്രതിസന്ധിയിൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിന്റെ ദാസനോട് അനക്കയില്ലെന്ന് പറഞ്ഞില്ല. അനക്കയില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിഷമം വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അനക്കം അല്പം കുറവാന്ന് പറഞ്ഞു. അതേപോലെ 2 ദിവസമായി കുഞ്ഞ് അനങ്ങിയിട്ട്. സ്തോത്രം. 7-ാം മാസത്തിൽ നല്ല അനക്കമുള്ള സമയമാണ്. 2 ദിവസം കുഞ്ഞ് അനങ്ങിയില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അനക്കം അല്പം കുറവാ, അതുകൊണ്ട് ഈ കുഞ്ഞ് ആണാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കേടുകൂടാതെ തന്ന ഇതിനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാമെന്ന് സമർപ്പിച്ചാലേ കുഞ്ഞിനെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഞാനിവിടെ കൂടി തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കൃപയാ. പ്രാർത്ഥിച്ച ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അനക്കം ഉദരത്തിലുണ്ടായി. സ്തോത്രം. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ടൈഫോയിഡ് കൂടി വരികയാണ്. സ്തോത്രം. പിറ്റേ ആഴ്ചയിൽ മരണദൂതം വന്ന് എന്നെ പിടിച്ചു. എൻ്റെ അടുക്കൽ ആരുമില്ല, അമ്മച്ചി മാത്രമല്ല. അമ്മച്ചി അടുക്കളയിലാണ്, പപ്പ അവിടെയില്ല, കുഞ്ഞ് സ്കൂളിൽ പോയി, അച്ചാമോള്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മരണദൂതം വന്ന് വലത്ത് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഉടനെ ഇത് പറയുകയും കണ്ണ് മറിഞ്ഞുപോയി. എൻ്റെ കണ്ണും രണ്ടും മറിഞ്ഞുപോയി. നാവ് ഇറങ്ങിപ്പോയി. ശരീരമെല്ലാം തളർന്ന പോലെയായി. ഒരൊച്ച പോലും കേൾപ്പിക്കാൻ പറ്റത്തില്ല. കൊട്ടാൻ പോലും ആരുമില്ല. ഞാൻ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അന്തരാത്മാവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മരണത്തെയും പാതാളത്തെയും ജയിച്ച നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ മരണത്തിന് മേൽ ജയമെടുക്കുന്നു. നീ പോ സാത്താനെ എന്ന് പറയുകയും എൻ്റെ കയ്യെ അവൻ പിടിവിട്ടു. എൻ്റെ കണ്ണ് നേരെ വന്നു, എൻ്റെ നാവ് നേരെ വന്നു. എല്ലാം നോർമലായി. ദൈവം എന്നെ സഹായിച്ചു. മരണത്തിന് നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നൊരു കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. മരണത്താഴ്വര ഇറങ്ങിപ്പോയാലും, മരണത്താഴ്വര നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ദൈവത്തിന് സ്തോത്രം. നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഡിസംബർ 31 ഇവൻ പറഞ്ഞ ഡേറ്റ്, പ്രൈസ് ദി ലോർഡ്, പുതിയ വർഷം കാണിക്കത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഡിസംബർ 31 ആണ്ടവസാന യോഗത്തിന് എല്ലാവരും വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഒരു അമ്മച്ചി മോളും എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ആൻറ്റി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവരിപ്രകാരം പാടി, നിന്റെ പാദ പീഠമെന്റെ വൈദ്യശാലയാ, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആ പാട്ട് അവർ പാടിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നേരത്തെ വന്ന പാട്ടായിരുന്നു. എനിക്ക് പാടാൻ കഴിവില്ലെങ്കിലും ഉള്ളിൽ ഈ പാട്ടുണ്ടായിരുന്നു. ആ ആത്മാവിന്റെ ഐക്യത അവിടെ വെളിപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചു കൊതിച്ചിരുന്ന പാട്ട് അവർ പാടിയപ്പോൾ അവിടെ ഐക്യത വെളിപ്പെട്ടു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിപ്പി. ഈ ഭൂമി 2 പേർ ഐക്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാപുത്രനും മഹത്വപ്പെടേണ്ട ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അവര്
ഞാനും കൂടെ ഒരുമിച്ച് ചേർന്ന് പാടിക്കഴിഞ്ഞിട്ട് അവർ മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തന്നു, ഈ ടൈഫോയിഡിനെ ശാസിക്കാൻ. അങ്ങനെ ആത്മനിറവോടെ ടൈഫോയിഡ് എന്ന ഈ രോഗബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നെന്ന് പറയുകയും എൻ്റെ തലയുടെ ഉച്ചിയിൽ നിന്ന് ഒരു കുഞ്ഞു ബോൾ പോലെ സാധനം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് താഴോട്ട് പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കാലുവഴി ആ ബന്ധനം അഴിഞ്ഞു പോയതായിട്ട് എനിക്ക് മനസ്സിലായി. ഉച്ചിയിൽ നിന്ന് വന്ന ആ ബോള് കാലുവഴി നിലത്തുപോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ രോഗബന്ധനത്തെ അഴിച്ചു. രോഗവുമുണ്ട്, രോഗബന്ധനവുമുണ്ട്. രോഗത്തിന് ചികിത്സ ഫലിക്കും, രോഗബന്ധനത്തിന് ചികിത്സ ഫലിക്കത്തില്ല. എന്നാൽ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അങ്ങനെ കർത്താവിനെ അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷമായി കർത്താവിന്റെ ദാസൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് അന്ന് സാക്ഷ്യം പറഞ്ഞു, ഹൃദയത്തിന് സാക്ഷ്യം പറയാൻ എനിക്ക് ബലമില്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, പുതിയ വർഷം കാണിക്കുകയെന്ന് പിശാച് വാദിച്ചെങ്കിലും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവം എന്നെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ മേശയുണ്ടായിരുന്നു. ആ മേശയെ സംബന്ധിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായ ആരോഗ്യവും ബലവും ദൈവം തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറയുന്നു, അയോഗ്യമായ കർത്താവിന്റെ മേശയെടുത്താൽ നാം പലരും രോഗികളാകും, ബലഹീനരാകും. എന്നാൽ യോഗ്യതയോടെ കർത്താവിന്റെ മേശയെടുത്താൽ ഏത് രോഗവും സൗഖ്യമാകും. നമ്മൾ എത്ര ബലഹീനരാണെങ്കിലും നാം ബലം പ്രാപിക്കും. ഹല്ലേലൂയ. കർത്താവിനെ അങ്ങനെ സൗഖ്യമാക്കി ആരോഗ്യം രോഗശാന്തിയും തന്നു. ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഫെബ്രുവരി മാസം 27 എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതനെ ദൈവം ദാനം ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ മോള്. അവള് കർത്താവിന്റെ കൃപയാ വിവാഹിതയായെന്ന് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ എല്ലാ ഡിസംബറിലും എനിക്ക് ആ സമയത്ത് പനി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. സ്തോത്രം. ഈ ടൈഫോയിഡ് വന്നേ പിന്നെ എല്ലാ ഡിസംബറിലും പനി വരുമായിരുന്നു. അങ്ങനെ 2014 വരെ എനിക്ക് ആ പനി വന്നുകൊണ്ടേയിരുന്നു. വെറും പനി. ആ പനി വരുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ആണ്ടിൽ ഒരു പനിയെ വരുമ്പോൾ ആ പനി വരുമ്പോൾ ഓർമ്മ വരും, ആ ടൈഫോയിഡ് വന്ന സമയവും കർത്താവിനെ വിടുവിച്ചല്ലോ എന്ന് ഓർക്കും. അങ്ങനെ ഇരുന്ന് ദൈവമക്കളെ 2014 എനിക്ക് പനി വന്നു. ഭയങ്കരമായി തൊണ്ടവേദന കഠിനമായി കഴിഞ്ഞപ്പോൾ സ്തോത്രം എനിക്ക് ഉമ്മുനീരിറക്കാൻ മേലാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, ഉപ്പുവെള്ളം കവക്കൊള്ളുവാണെങ്കിൽ മമ്മി ഇതങ്ങ് മാറുമെന്ന് പറഞ്ഞു. അച്ഛാ മോള് ഞാനത് കേട്ടുകൊണ്ട് അന്ന് തരാൻ പറഞ്ഞ അവൾ ഉപ്പുവെള്ളം കവക്കൊള്ളാൻ വേണ്ടി തന്നു. അത് ഉപയോഗിച്ചു എന്ന് ഒരൊറ്റ കാരണം എൻ്റെ ചെറിയ വേദന വലിയ വേദനയായി മാറി. സംസാരിക്കാൻ പോലും മേലാത്ത അവസ്ഥയായി എനിക്ക്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ അവിടെ കടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. ദൈവം എന്നെ ബോധ്യപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആ ഉപ്പുവെള്ളം കവക്കൊണ്ടത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണം. ഇനി ഞാനത് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോട് പറഞ്ഞു, യെശയ്യാപ്രവചനം 53-4 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, വേദനകളെ യേശു ചുമന്നു, യേശുവിന്റെ അടിപ്പടയിൽ ആ സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം 3 പ്രാവശ്യം പറഞ്ഞ് എൻ്റെ തൊണ്ടയെ കൈവച്ച് 3 പ്രാവശ്യം ആ വചനം പറഞ്ഞപ്പോൾ തൽക്ഷണം കർത്താവിനെ സൗഖ്യമാക്കി. പിന്നെ എനിക്ക് ആ വേദനയില്ല. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ, പൂർണ്ണ ബലം ദൈവം എനിക്ക് തരുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ വചനത്തെ ആസ്പദമാക്കി ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. അതിനു മുമ്പ് വരെയും ഞാൻ പാട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഈ സൗഖ്യത്തോട് ബന്ധപ്പെട്ട് ദൈവം എന്നോട് പറഞ്ഞ് പാട്ട് എഴുതാൻ. അങ്ങനെ ഒരു പാട്ട് കർത്താവിന്റെ കൃപയാൽ എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അതിൻ്റെ 4 വരി പാടിക്കൊണ്ട് ഞാൻ നിർത്തുക. കാരണം സാക്ഷ്യം പറയാൻ പോയ ഒത്തിരി പറയാനുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി അനുഭവങ്ങൾ രോഗസുഖത്തിൻ്റെ തന്നെ. ഇപ്പം ഇത് സമയം പോയതുകൊണ്ട് ഞാൻ ആ പാട്ടിൻ്റെ 4 വരി പാടിക്കൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാക്ഷാരോഗങ്ങൾ യേശു വാഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, സാക്ഷാരോഗങ്ങൾ യേശു വഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, യേശുവിനടിപ്പിണരാ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. യേശുവിനടിപ്പിണരാ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു.
ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ 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 യേശുവിൻ ജനനം അത്ഭുതമേ യേശുവിൻ ജീവിതം അത്ഭുതമേ യേശുവിൻ ജനനം അത്ഭുതമേ യേശുവിൻ ജീവിതം അത്ഭുതമേ യേശുവിൻ മരണം അത്ഭുതമേ യേശുവിൻ ഉയർപ്പ് അത്ഭുതമേ യേശുവിൻ മരണം അത്ഭുതമേ യേശുവിൻ ഉയർപ്പ് അത്ഭുതമേ. ചുരുക്കി പറഞ്ഞാൽ നാല് പേര് വെച്ച് പാടി ആ പാട്ടൊരു വലിയ പാട്ടായി. ഒത്തിരി ഉണ്ട്. കർത്താവിന്റെ വരവ് പറഞ്ഞാണ് ആ പാട്ട് നിർത്തുന്നത്. ദൈവമക്കളെ, ആ പാട്ട് ഞാൻ എഴുതിയതോടുകൂടി കൃപയാൽ പിന്നെ 2014 പാട്ട് എഴുതിയത് 2024 ഡിസംബർ വരെ എനിക്ക് പനി വന്നിട്ടില്ല. ഈ കൊറോണയൊക്കെ ബാധിച്ച കാലത്തും കർത്താവ് ഒരു ജലദോഷം പോലും വരാതെ കർത്താവ് എന്നെ സൂക്ഷിച്ചു, പരിപാലിച്ചു. കൃപയിൽ ദൈവം എന്നെ നിലനിർത്തി. ദൈവത്തിന്റെ സ്നേഹത്തിനായി, കരുതലിനായി, വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം ജയത്തോടെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് താണിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ആന്റി. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ തരിച്ചു കേട്ടിരിക്കുകയായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ എത്രയോ കഷ്ടങ്ങൾ സഹിച്ചാണ് ദൈവമക്കൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയത്. ആമേൻ. ഞാന് എന്റെ ജീവിത അനുഭവങ്ങൾ കൂടി ചിന്തിക്കുകയായിരുന്നു. ഞാനും തനിച്ചാണ് വിശ്വാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതേപോലെ ഒത്തിരി, ഞാനൊരു ജ്ഞാനായ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ആമേൻ, ഞാൻ പെന്തക്കോസ്തുകാരുടെ അടുത്ത് പോലും പോയില്ല. സാധാരണ ആമേൻ, ഒരു പള്ളി പ്രാർത്ഥനയ്ക്ക് പോയതിന്റെ പേരിൽ എന്റെ അമ്മ എന്നെ തെങ്ങ കെട്ടിയിട്ട് അടിച്ചതാ. ആ ഒരു ലെവലിൽ ആമേൻ. എങ്കിലും കൃപയാല് ആമേൻ, എന്റെ ഭവനത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾ, എന്റെ ഫാദറും മൂത്തേച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരെയും കർത്താവ് വിശ്വാസത്തിൽ കൂട്ടിവരുത്തുവാനിടയായി. ഹസ്ബൻഡിന്റെ ഭവനത്തിലാണെങ്കിൽ പോലും താനും ജ്ഞാനായ യാക്കോബായ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി 8 മക്കളിൽ 6ാമനായി. അവിടെയും കല്യാണം കഴിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ആരുമില്ലായിരുന്നു. കൃപയാൽ ഭൂരിപക്ഷത്തെ ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി. പറയട്ടെ, നാം കഷ്ടം സഹിച്ചാൽ ആമേൻ കൂടെ വാഴുവാൻ ഇടയാകും. പ്രതിഫലം തരും. ആദിജാതനുള്ള പ്രതിഫലം ഇരട്ടിയുമാണ്. സ്തോത്രം. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനും അനുഭവിക്കുകയാണ്. ആദിജാതന്മാർക്ക് ഇരട്ടി പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെക്കാൾ ദൈവം എന്നെ മാന്യയാക്കി. ആമേൻ. എല്ലാ നിലകളിലും ദൈവം ഹല്ലേലൂയ ഇങ്ങനെ ഒരു അനുഭവം തരുവാനിടയായി. ഞാനത് പലപ്പോഴും ഓർക്കാറുണ്ട്. കർത്താവിന് വേണ്ടി നാം ആമേൻ അവന്റെ നാമത്തിന്റെ അവന്റെ നാമത്തെ ധരിച്ച് അവന്റെ നിന്നയെ ചുമന്ന് പാളയത്തിന് പുറത്ത് പോകേണ്ടി വന്നാലും ആമേൻ ക്രിസ്ത്യാനിയായിട്ട് ആമേൻ ലജ്ജിക്കാതെ അവന്റെ സാക്ഷ്യത്തെ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ അവൻ നമുക്ക് തരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആമേൻ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ആമേൻ. കുടുംബമായിട്ട് കർത്താവ് അതിശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവം അനുവദിച്ചാല് മറ്റൊരവസരത്തില് ആമേൻ പറയാത്ത സാക്ഷ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ആമേൻ നമുക്ക് സാക്ഷിക്കാൻ അവസരം ക്രമീകരിക്കാം. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എത്രയോ അനുഭവങ്ങള് ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ആമേൻ, പ്രാർത്ഥനാ ജീവിതം, ഒരു പ്രാർത്ഥനയിൽ ആദ്യം വിശ്വാസം വന്നത് അത് കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവുമാണ്. മാത്രമല്ല, അപ്പം സഹോദരന്റെ കഠാരയുടെ മുൻപിൽ ആമേൻ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം ആമേൻ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചതുപോലെ വിടിവിച്ചു. ആമേൻ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം. അനേക അനുഭവങ്ങൾ പങ്കുവെച്ചാൽ തീരത്തില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്കും എന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഇതുപോലെയാണ്. എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല.
അപ്രകാരം ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. അതിശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പ്രേക്ഷകരെ, ഈ സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വന്ന് സാക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നു പോകരുത്. അവരുടെ സാക്ഷ്യം കേട്ടുവിട്ടു പോകാതെ അവർക്ക് വേണ്ടി നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം അനേക അനുഭവ സമ്പത്ത് നമ്മെ ബലത്തോടെ നിർത്തുവാൻ അവരുടെ സാക്ഷ്യങ്ങളായി അവർ നമ്മോട് പ്രസ്താവിക്കുമ്പോൾ നമുക്കും അത് ആത്മീയ വർധനയ്ക്കും വിശ്വാസത്തിൽ ഹല്ലേലൂയ ഉറയ്ക്കുവാനും മുൻപോട്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും കാരണമാക്കുക. അതിനു മുൻപേ നമ്മുടെ വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചെന്ന പാത, നമ്മുടെ മണവാളനായ കർത്താവ് കാണിച്ചെന്ന പാത, ഇതൊക്കെയും പിൻപറ്റേണ്ടതിന് ആമേൻ കഷ്ടം അനുഭവിച്ചാലേ സാധ്യമാകൂ. ആകയാൽ അതിന് പങ്കാളിയായി തീരുവാൻ ആമേൻ കർത്താവിന്റെ ദാസിക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കിയല്ലോ. ഇതൊക്കെ വലിയ ഭാഗ്യമാണ്. ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തെ അവിടുത്തെ ബലമാർന്ന കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഇതുവരെയും കർത്താവിന്റെ അഭിഷേകത്തോടെ നിർത്തി തിരുവചനം കർത്താവെ തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. പിന്നെയും ബലപ്പെടുത്തിയാട്ടെ കർത്താവെ. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കുടുംബമായി ഉപയോഗിക്കണമേ. 4 കുഞ്ഞുങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ, അവർക്ക് കൊടുത്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം. ഇവയൊക്കെയും അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ ഇടയാക്കണേ. സാക്ഷ്യങ്ങൾ അനേക ആയിരങ്ങൾക്ക് ഒരു സന്തോഷത്തിനും ആശ്വാസത്തിനും അവരുടെ ജീവിതത്തില് കർത്താവെ അങ്ങേ അറിയുവാന് ആമേൻ ഒരു കാരണവുമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പലർക്കും ഈ സാക്ഷ്യം എൻകറേജായി മാറട്ടെ കർത്താവെ. വിശ്വാസ ശോധനയിൽ തളരുന്നവരും നിരാശപ്പെടുന്നവരുമായുള്ളവർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹവും കർത്താവെ ഒരു എൻകറേജുമായി മാറുവാൻ ദൈവം ഇടയാക്കണം. അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ ഈ സാക്ഷ്യം എത്തപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ആന്റി. ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളോട് ചിലവഴിപ്പാൻ ആമേൻ മനസ്സ് വെച്ച് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും ആമേൻ ദൈവം കണ്ടുമുട്ടുവാൻ അവസരം ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറാനാഥ.